മറ്റെന്തിലും വിവാദം ഉണ്ടാക്കുന്ന കേരളത്തിൽ സ്പിരിറ്റിൽ വിവാദം ഉണ്ടാക്കാൻ പ്രയാസമില്ലല്ലോ. കവിത കേരളത്തിലെത്തി 3-ാം മാസം MP രാജേഷ് മന്ത്രിയായി. ഇതാണ് വാർത്ത. ഒരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഭൂഗർഭജലം ഒരിറ്റ് ഊറ്റാൻ അനുവദിക്കില്ല എന്നത്. അത് ഈ സർക്കാരിൻ്റെ നിലപാടാണ്. അതനുവദിക്കുന്ന പ്രശ്നമില്ല. ബ്രഹ്മപുരത്തിന് മുമ്പ് ഡോർ ടു ഡോർ കളക്ഷൻ 47%, ഇന്നത് 90%. എന്താണ് ഒയാസിസിനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. പ്ലാച്ചിമട എന്ന് കേട്ടിട്ട് മാത്രമുള്ളവരാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത എന്നോട് പ്ലാച്ചിമടയെക്കുറിച്ച് പറയുന്നത്. ആദ്യമായിട്ട് അണ്ടമാന് പുറത്തുനിന്നൊരു ഏജൻസി അവിടെ ചെല്ലുന്നത് കേരള എക്സൈസ് ആണ്. അപ്പം നമ്മൾ അത്രയും വലിയ ഇടപെടൽ നടന്നു. പട്ടി കടിക്കുന്നതിനെതിരെ ഗവൺമെൻറ് നടപടി എടുക്കുന്നില്ല എന്ന് മുറവിളി കൂട്ടും. പക്ഷേ ABC കേന്ദ്രം വന്നാൽ ഇവിടെ പറ്റില്ല. മാലിന്യത്തിൻ്റെ കാര്യത്തിൽ അതേ സമീപനാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നാണ് ബ്രഹ്മപുരം തെളിയിച്ചിട്ടുള്ളത്. 4,24,800 കുടുംബങ്ങൾ ഈ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ ജീവിക്കുകയാണ്. കഴിഞ്ഞ വർഷം മെയ്യിൽ 20,000 വീടുകളുടെ കേരളത്തിൽ താക്കോൽദാനം ഒരു ദിവസം നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി കൊല്ലത്ത് നിർവഹിക്കുക. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നില്ല. എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രി മാത്രം വിളിച്ചാൽ മതിയായിരുന്നില്ല, അന്ന് അരിക്കൊമ്പൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക. അരിക്കൊമ്പനെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വാർത്ത വന്നേനെ. മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിരിക്കാം, പക്ഷെ സർക്കാർ വിരുദ്ധ പക്ഷത്ത് നിന്ന് ആക്രമിക്കുന്നത്, വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ആക്രമിക്കുന്നത് വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് മാർഗം? കേരളത്തിലെ CPMൻ്റെ ഏറ്റവും സ്വേവായിട്ടുള്ള, ഏറ്റവും സംയമനത്തോടുകൂടി സംസാരിക്കുന്ന ഒരു നേതാവായിരുന്നു MP രാജേഷ്. അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഖജനാവിൻ്റെ ഏകദേശം പകുതിയോളം പണം കൈകാര്യം ചെയ്യുന്ന 2 വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, എക്സൈസ് വകുപ്പ്, ഇതിൻ്റെ മന്ത്രിയായി മാറി. പിന്നെ നമ്മൾ കാണുന്നത് പലപ്പോഴും അഗ്രസീവായിട്ടുള്ള ഒരു MP രാജേഷിനാണ്. നമുക്ക് സാധാരണഗതിയിൽ ഒരു എക്സൈസ് മന്ത്രിയോട് ചോദിക്കാൻ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കും കേരളത്തിലും കൂടി ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് സാധാരണ ധാരാളം ചോദ്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഞാൻ പലപ്പോഴും വന്നിരിക്കുന്നത് ഈ മണൽ കൊണ്ട് കയറി വിരിക്കാൻ കഴിവുള്ള മനുഷ്യർ ധാരാളമുള്ളൊരു നാടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ എനിക്കൊന്നും അത് ചോദിക്കാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ പാലക്കാട് എലപ്പുള്ളിയിലുള്ള ബ്രൂവറിയുമായി, ഡിസ്റ്റിലറി, എഥനോൾ മാനുഫാക്ചറിങ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസാധാരണമായി നടന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് സംസ്ഥാന സർക്കാരിൻ്റെ നയത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി വരുന്നു, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു റുട്ടീൻ അഡ്മിനിസ്ട്രേറ്റീവ് നടപടിയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിലെന്തെങ്കിലും അസാധാരണമായിട്ട് നടന്നിട്ടുണ്ടോ? ഈ എലപ്പുള്ളിയിൽ ഒയാസിസ് എന്നുള്ള കമ്പനിക്ക് അവരുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും അസാധാരണമായിട്ട് നടന്നിട്ടുണ്ടോ? തീർച്ചയായും അസാധാരണമായിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇത്ര വലിയ വിവാദമാക്കി എന്നതാണ്. ഇന്ത്യയിൽ ഒരുപക്ഷെ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും ഇതുപോലെ സുതാര്യമായി ഒരു സർക്കാർ അതിൻ്റെ നയം നടപ്പാക്കുമ്പോൾ വിവാദമുണ്ടാകാനിടയില്ല. അപ്പോൾ അസാധാരണമായി ഇതിലെന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിനെ കുറിച്ചുണ്ടാക്കിയിട്ടുള്ള വിവാദമാണ്. ചോദിച്ചത് നന്നായി. ഞാൻ പലതവണ വിശദീകരിച്ചതാണ്, എങ്കിലും എത്ര തവണ വിശദീകരിക്കാനും ഒരു വിരോധവുമില്ല. സർക്കാർ 2022-23 മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ ആ നയത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഉണ്ടായിരുന്നു, കേരളത്തിൽ വിദേശമദ്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല, വിദേശമദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അസംസ്കൃത വസ്തുവായിട്ടുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല, ENA ഉൽപ്പാദിപ്പിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു വ്യാവസായിക ഉൽപ്പന്നം എന്ന നിലയിൽ വലിയ ഡിമാൻഡുള്ള എത്തനോളും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങളും വരുമാനവും ഉണ്ടാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ നയമാണ് എന്ന് നയത്തിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കി. 23-24 നയം വന്നപ്പോൾ കുറച്ചുകൂടി വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തി. അതിൽ പറഞ്ഞു, ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുക്കും എന്ന്, ബ്രൂവറികൾക്ക് അനുമതി കൊടുക്കും എന്ന കാര്യം നയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. അത്രമാത്രം സുതാര്യമായിട്ടാണ് ഗവൺമെൻറ് ഈ കാര്യങ്ങൾ ചെയ്തത്. ഈ നയത്തിൽ ഇത് പറഞ്ഞതിന് ശേഷം ഒരു കമ്പനി ഒയാസിസ് യഥാവിധി അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ വരുന്നത്, ഞാനിപ്പോൾ പറഞ്ഞ ഡേറ്റെല്ലാം കാണാപ്പാടാണ്, 30/11/2023 ആദ്യം നയത്തിൽ ഗവൺമെൻറ് ഇൻറ്റൻഷൻ വ്യക്തമാക്കിയത് മാർച്ച് 2023 എന്ന് വെച്ചാൽ 22-23 നയം വരുന്നത് മാർച്ചിലാണ്, 2022 മാർച്ചിലാണ്.
അപ്പോൾ 23 മെയ്യിൽ നവംബറിൽ അപേക്ഷ കിട്ടുന്നു. അപേക്ഷ കിട്ടുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്കാണ്. ഞങ്ങൾക്ക് എക്സൈസിനുള്ള അപേക്ഷ വരുന്നത്. ആ അപേക്ഷ ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നു. അത് പ്രോസസ്സ് ചെയ്തൊരു ഘട്ടത്തിൽ സർക്കാരിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നും പറഞ്ഞ് തിരിച്ചയക്കുന്നു. എക്സൈസ് കമ്മീഷണർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നു. എങ്ങനെയാണ് വെള്ളം ഇതിന് ലഭ്യമാക്കുക എന്ന കാര്യം വ്യക്തമാക്കി വീണ്ടും ഫയൽ വരുന്നു. ഒടുവിൽ 16/1/2025 ക്യാബിനറ്റ് അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോഴേക്കും 10 ഘട്ട പരിശോധനകൾ നടന്നിട്ടുണ്ട് വിവിധ തലങ്ങളിലായിട്ട്. അത് ക്യാബിനറ്റിൽ പോകേണ്ട ആവശ്യമില്ല, എക്സൈസിന് തന്നെ തീരുമാനിക്കാവുന്നതാണ്. എക്സൈസിൻ്റെ വകുപ്പിൻ്റെ അധികാരപരിധിയിൽ പൂർണ്ണമായിട്ട് വരുന്ന കാര്യമാണ് എക്സൈസിൻ്റെ അനുമതി എന്നത്. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് കൊടുക്കുന്നത് എന്നതുകൊണ്ടും ഇതെല്ലാം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണുന്നതുകൊണ്ടും ക്യാബിനറ്റിലേക്ക് അത് കൊണ്ടുപോയി. ക്യാബിനറ്റ് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണത്. മാത്രമല്ല ക്യാബിനറ്റിൻ്റെ തീരുമാനം വളരെ സൂക്ഷിച്ച് വായിക്കേണ്ടതാണ്. നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി ഇന്ന കാര്യങ്ങൾ, എത്തനോൾ പ്ലാന്റ്, അതുപോലെ തന്നെ സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ്, ബ്രൂവറി എന്നിവ, ഡിസ്റ്റിലറി എന്നിവ ആരംഭിക്കുന്നതിന് പ്രാരംഭാനുമതി നൽകുന്നു എന്നാണ്. എക്സൈസിൻ്റെ പ്രാരംഭാനുമതിയാണ് നൽകിയത്. ബാക്കി നിയമങ്ങളും ചട്ടങ്ങളും അനുമതികളും എല്ലാം, നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള അനുമതികളെല്ലാം അവർ നേടണം. അപ്പോഴാണ് പ്ലാന്റ് പ്രവർത്തിക്കാൻ കഴിയുക. അത്ര സുതാര്യമായിട്ടാണ് ഈ കാര്യം തീരുമാനമെടുത്തത്. കേരളത്തിൽ സ്വാഭാവികമാണല്ലോ, എന്തിലും വിവാദ സാധ്യത കാണുന്നതാണ്. ഇത് വളരെ ഹൈലി ഇൻഫ്ലേമബിൾ ആണല്ലോ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്പിരിറ്റിൽ പിന്നെ മറ്റെന്തിലും വിവാദം ഉണ്ടാക്കുന്ന കേരളത്തിൽ സ്പിരിറ്റിൽ വിവാദം ഉണ്ടാക്കാൻ പ്രയാസമില്ലല്ലോ. ഇതെല്ലാം നമുക്കറിയാമായിരുന്നു ഇങ്ങനെയെല്ലാം വരാനിടയുണ്ട് എന്നത്. അപ്പം അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസം സർക്കാരിന് ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ആദ്യം വന്ന ആരോപണം എന്തായിരുന്നു? അത് ലോകത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത, കേരളത്തിൽ മാത്രം ചിലർക്ക് ഉന്നയിക്കാൻ കഴിയുന്നൊരു ആരോപണമാണ്. ടെൻഡർ വിളിച്ചിട്ടുണ്ടോ എന്നാണ്. യഥാർത്ഥത്തിൽ കാര്യവിവരമുള്ള എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് പോയില്ല ഇത് കേട്ടിട്ട്. ലോകത്തെവിടെയെങ്കിലും ഒരു വ്യവസായം തുടങ്ങാൻ വരുമ്പോൾ ഒരു ഇൻവെസ്റ്റർ വന്നാൽ അതിന് ടെൻഡർ വിളിക്കുമോ? ഉദാഹരണം പറഞ്ഞാൽ ആപ്പിൾ കമ്പനി ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങാൻ അവരുടെ ഇൻറ്റൻഷൻ അറിയിച്ചാൽ, ഒരു പ്രപ്പോസൽ സമർപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ ഫോൺ നിർമ്മാണ ഫാക്ടറി തുടങ്ങാൻ തീരുമാനിച്ചാൽ ടെൻഡർ വിളിക്കുമോ? ടാറ്റ കാറ് ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ ഇങ്ങോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ വന്നാൽ ടെൻഡർ വിളിക്കുമോ? അപ്പോൾ പരിഹാസ്യമായിട്ടുള്ള ആരോപണമാണ് ആദ്യം വന്നത്. വളരെ വിചിത്രമെന്ന് പറയട്ടെ, പ്രതിപക്ഷ നേതാവിനോട് നമ്മുടെ മാധ്യമങ്ങളാരും ഈ കാര്യം അങ്ങോട്ട് ചോദിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണം വലിയ പ്രാധാന്യത്തോടു കൂടി അവരെല്ലാം കൊടുത്തു. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇപ്പോൾ ടെൻഡർ എന്നത് ആവിയായി പോയി. തിരിച്ച് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റിലറി അനുവദിച്ചിട്ടുള്ളത് UDFൻ്റെ കാലത്താണ്. LDFും അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതൽ UDFൻ്റെ കാലത്താണ്. എന്തുകൊണ്ടാണ് ഇതുവരെ അനുവദിച്ച ഒരു ഡിസ്റ്റിലറിയും LDF ആവട്ടെ UDF ആവട്ടെ ടെൻഡർ വിളിക്കാതെ കൊടുത്തത്? അപ്പോൾ ടെൻഡർ എന്നുള്ളത് ഒരു പരിഹാസ്യവാദമായിരുന്നു. അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും, അത് നിലനിൽക്കുന്നൊന്നല്ലാന്ന്. ഇപ്പം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അത്രയും ഭാഗ്യം. ഇനി പിന്നെ വന്ന ആരോപണം എന്തായിരുന്നു? ഒയാസിസ് കമ്പനി മാത്രം അറിഞ്ഞു എന്നതാണ്. അതീവ രഹസ്യമായിട്ട് മദ്യനയം മാറ്റി ഇവരുമായിട്ടുള്ള ഒത്തുകളിയാണ് എന്നായിരുന്നു. യഥാർത്ഥത്തിൽ ആരോപണം പരസ്യമായിട്ട് പറയുന്നത് ഞാനും കേട്ടു. അതെ, യഥാർത്ഥത്തിൽ ഒയാസിസ് കമ്പനി അറിയുന്നതിന് മുമ്പേ ഇത് അറിഞ്ഞവരാരാന്നറിയോ? പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമാണ്. അവരറിഞ്ഞിട്ടേ ഒയാസിസും അറിഞ്ഞിട്ടുള്ളൂ. കാരണം ഇത് പറഞ്ഞവരെന്തെങ്കിലും മുള്ളുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് അന്ന് ഈ മദ്യനയം പ്രഖ്യാപിച്ചതിന് പിറ്റേ ദിവസം ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നല്ലോ. ഇവരിതിനെ എതിരായിട്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മദ്യനയത്തിൽ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നത് കേരളത്തിലെ എല്ലാ പ്രധാന മലയാള ഇംഗ്ലീഷ് പത്രങ്ങളുടെയും 1-ാം പേജായിരുന്നു. 1-ാം പേജ് വാർത്തയായിരുന്നു വലിയ പ്രാധാന്യത്തോടെ. കാരണം വലിയൊരു നയം മാറ്റമുണ്ടല്ലോ അതിൽ. അപ്പോൾ എങ്ങനെയാണ് രഹസ്യമാവുന്നത്? മാത്രമല്ല, രണ്ടുപേരും അതിനെതിരെ പ്രസ്താവന ഇറക്കി. അപ്പോൾ അവരവർ ചെയ്യുന്നത് തന്നെ അവരവർക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. എന്നിട്ട് അതേ പ്രസ്താവന ഇറക്കിയ ആളുകൾ പറയാണ് ഒരാൾ പറഞ്ഞില്ല, ഒയാസിസ് മാത്രം അറിഞ്ഞു എന്നാണ്. പിന്നെ വന്നൊരാരോപണം ഈ വെള്ളം ഇല്ല, മഴനിഴൽ പ്രദേശമാണ് എന്നതായിരുന്നു. വെള്ളത്തിൻ്റെ കണക്കാണ്.
വെള്ളത്തിൻ്റെ കണക്ക് ചില മാധ്യമങ്ങൾ കൊടുത്തത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. കണ്ടിരുന്നു. 2 യൂണിറ്റിലായിട്ടാണ് കൊടുത്തത്. അതായത് 1 ദശലക്ഷം, 1 ദശലക്ഷം ആണ്, പിന്നൊന്ന് മറ്റേ മറ്റേ ലക്ഷം ലിറ്ററാണ്. ഇങ്ങനെയായിട്ടാണ് കൊടുത്തത്. അതായത് 1 രൂപ ചിലവാക്കി എന്ന് പറയുന്നതിന് പകരം 100 പൈസ ചിലവാക്കി എന്ന് പറയുമ്പോൾ ഉള്ള വ്യത്യാസം ഉണ്ടല്ലോ. അത് ആളുകൾക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് പിന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ എല്ലാവരും കൂടി പൊളിച്ചു കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഒരു വിശദീകരണം പോലും ഉണ്ടായില്ല. അതവിടെ നിൽക്കട്ടെ. വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ? വെള്ളത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര വെള്ളമാണ് ആവശ്യം വരുന്നത്? ഞാൻ ഈ കണക്കൊക്കെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. പൂർണ്ണ തോതിൽ ഈ കമ്പനി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ 5 ലക്ഷം ലിറ്റർ. 1 MLD വേണ്ട, അര MLD 5 ലക്ഷം ലിറ്റർ. തുടക്കത്തിൽ വേണ്ടത് 50,000 ലിറ്റർ. എവിടുന്നാണ് വെള്ളം കൊടുക്കുന്നത്? 2 സോഴ്സാണ്. ഒന്ന് മലമ്പുഴ ഡാമിൽ നിന്ന്, 2 മഴവെള്ള കൊയ്ത്തിലൂടെ. ഈ 2 സോഴ്സിൽ നിന്നാണ്. മലമ്പുഴ ഡാമിൽ നിന്ന് കൊടുക്കാമോ എന്നാണ് ചോദ്യം. മലമ്പുഴ ഡാമിൽ നിന്ന് കൊടുക്കാം എന്ന് തീരുമാനിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി അധ്യക്ഷത വഹിച്ച യോഗമാണ്. ആർക്കാണ് കൊടുക്കുന്നത്? കിൻഫ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. എത്ര കൊടുക്കുന്നുണ്ട്? 10 MLD. അതെ, കറക്റ്റ്. എന്ന് പറഞ്ഞാൽ 100 ലക്ഷം ലിറ്റർ. 100 ലക്ഷം ലിറ്റർ. നമ്മൾ അതിനെ ഇവരുടെ കമ്പനിയുടെ ഡിമാൻഡിലേക്ക് മാറ്റിയാൽ 10 MLD ആണ് കിൻഫ്രയ്ക്ക് കൊടുക്കാൻ എഗ്രി ചെയ്ത്. ഇവർക്ക് വേണ്ടത് അര MLD ആണ്. അതെ, 20-1. അതെ, 20-1. അതായത് കിൻഫ്രയ്ക്ക് കൊടുക്കാമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ച വെള്ളത്തിൻ്റെ 20-1 ഈ കമ്പനിക്ക് ആകെ ആവശ്യം വരുന്നത്. അത് മുഴുവൻ അവർ ഇതിൽ നിന്നല്ല എടുക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു, കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വെള്ളം അധികമായിട്ട് വരുന്നില്ല. കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ തന്നെ 20-1 ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മഴനിഴൽ പ്രദേശത്ത് മഴവെള്ള കൊയ്ത്തോ, ഇതാര് വിശ്വസിക്കാനാണ്? അവിടെ മഴവെള്ള കൊയ്ത്ത് നടത്താൻ പറ്റില്ല. അപ്പോൾ ഇതിനേക്കാൾ മഴ കുറവുള്ള പ്രദേശമാണ് വടകരപ്പതി പഞ്ചായത്ത്. വടകരപ്പതി, എലപ്പുള്ളി പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, അഹല്യ. എല്ലാവർക്കും അറിയാവുന്നതാണ്. 600 ഏക്കറിലാണ്. അവിടെ അവർക്ക് 12 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫാമുകളാണുള്ളത്. 12 എണ്ണം. എല്ലാത്തിൻ്റെയും കൂടി മൊത്തം സംഭരണശേഷി 24 കോടി ലിറ്ററാണ്. 24 കോടി ലിറ്റർ. ഇത് ഈ എലപ്പുള്ളി പഞ്ചായത്ത് തന്നെയാണ് ഇതും വരുന്നത്. എലപ്പുള്ളിയിലും വടകരപ്പതിയിലും 2 പഞ്ചായത്തിലാണ് ഇത് കിടക്കുന്നത്. 24 കോടി ലിറ്റർ. അവരവിടെ ബോട്ടിംഗ് വരെ നടത്തുന്നുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവിനെയും മുൻ നേതാവിനെയും വിളിച്ചിട്ടുണ്ട്. 17-ാം തീയതി നമുക്ക് പോയി കാണാം എന്ന് മാധ്യമങ്ങളെയും ക്ഷണിച്ചു. മാധ്യമങ്ങൾ ഇപ്പോൾ ചിലരൊക്കെ സ്വന്തം നിലയ്ക്ക് പോയിട്ട് വാർത്ത ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. ഇപ്പോൾ മഴനിഴൽ പ്രദേശത്ത് മഴവെള്ള കൊയ്ത്താവാം എന്ന് തെളിഞ്ഞല്ലോ. മാത്രമല്ല കിൻഫ്രയ്ക്ക് മഴവെള്ള സംഭരണി ഉണ്ട് അവിടെ. കിൻഫ്രയ്ക്കും ഉണ്ട്. അപ്പോൾ ആ വാദവും പൊളിഞ്ഞു. പിന്നെന്തായിരുന്നു വാദം? പിന്നെ കവിത ഇടപെട്ടു എന്നായിരുന്നു. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത കൽവകുന്തലെ അവർ ഇടപെട്ടു. കാരണം ഒരു കഥ നിർമ്മിക്കാൻ ഒരു വകുപ്പ് അതിലുണ്ട്. കാരണം കവിത ദില്ലി മദ്യനയ കേസിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണല്ലോ. അപ്പോൾ ഇരിക്കട്ടെ, കവിതയെ കൂട്ടി കൊണ്ടുവരുമ്പോൾ കഥയൊന്ന് കൊഴുപ്പിക്കാം എന്ന് കരുതിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കവിത തിരുവനന്തപുരത്ത് വന്നു. എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, വന്നിട്ട് എവിടെയാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കണം. വളരെ ദുസ്സൂചനയോട് കൂടിയിട്ടാണ് ഈ പരാമർശങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എവിടെയാണെന്ന് അന്വേഷിക്കണം. അപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. ഞാൻ ഒരു വാർത്ത ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. MB രാജേഷ് സ്പീക്കറായിരിക്കുമ്പോഴാണ് വന്നത്. കവിത കേരളത്തിലെത്തി 3-ാം മാസം MB രാജേഷ് മന്ത്രിയായി. ഇതാണ് വാർത്ത. ഒരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഞാൻ മന്ത്രിയാവുന്ന സാഹചര്യം ഏതാണെന്നുള്ളത്. മുൻകൂട്ടി തീരുമാനിച്ചായതല്ല. കോടിയേരി തുടരാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നം വന്ന സമയത്ത് തീരെ കഴിയാത്ത സ്ഥിതിയിൽ ഗോവിന്ദ മാഷ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറിയായി. അപ്പോഴാണ് സ്പീക്കർ സ്ഥാനം രാജിവെച്ച് ഞാൻ മന്ത്രിയാവുന്നത്. അപ്പോൾ അതിനെയാണ് കവിത വന്ന് 3-ാം മാസം മന്ത്രിയായി എന്ന് കൊടുക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ ശരി, അത് പിന്നെ ഓൺലൈനിൽ പല വാർത്തയും പടച്ചു വിട്ടില്ല. ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല. എത്രത്തോളം പോകും നോക്കട്ടെ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവസാനം പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കണമല്ലോ. കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രം ഒരു വാർത്ത കൊടുത്തു. ആ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് പത്രത്തിൻ്റെ ഒരു പ്രതിനിധി എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ കവിതയ്ക്ക് പങ്കുണ്ട് എന്നുള്ളത്. കവിത സംസാരിച്ചിട്ടുണ്ട്, കവിതയായിട്ട്
അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇത്രയും പറഞ്ഞു, ഞാൻ കവിത എനിക്കറിയാം, കാരണം ഞങ്ങൾ ഒരുമിച്ച് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നതാണ്. 2019 കവിത അവസാനം കാണുന്നത്. കാരണം 2019 ഇലക്ഷനിൽ ഞാൻ പരാജയപ്പെട്ടു, പിന്നെ പാർലമെൻറ്റ് അംഗമായിട്ടില്ല. അവരും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇനി അതിൽ വല്ല ഗൂഢാലോചന ആരോപിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല എന്ന കാര്യം പറഞ്ഞു. ഇത് സംസാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്ത, കവിതയെ അവസാനം കണ്ടത് 2019 രാജേഷ്. തൊട്ട് താഴെ രാജേഷ് സ്പീക്കറായിരിക്കെ 2022 കവിത കേരളത്തിലെത്തി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് സ്ഥാപിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. 2022 കേരളത്തിലെത്തി. എന്നിട്ട് ആ വാർത്തയിൽ തുറന്നു പറയുന്നു, 2022 രാജേഷ് സ്പീക്കറായിരിക്കുമ്പോൾ ഈ ദേശീയ വനിതാ അസംബ്ലി നടത്തിയപ്പോൾ മെയ് 26, 27 തീയതികളിൽ കവിത തിരുവനന്തപുരത്ത് ഇന്ന സെഷനിൽ പങ്കെടുത്തു. ആ സെഷനിൽ രാജേഷൻ സംസാരിച്ചു. അപ്പോൾ ഈ ആരെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അവരുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ കൊടുക്കുന്ന വാർത്തകൾ ഒരു പരിശോധനയും കൂടാതെ പ്രസിദ്ധീകരിച്ചാൽ ഉണ്ടാകാവുന്ന അബദ്ധമാണ്. ഞാൻ വേറൊന്നും ചെയ്തില്ല. ഇതേ പത്രം മെയ് 28 കൊടുത്ത വാർത്ത പറഞ്ഞിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ വാർത്ത തന്നെ നോക്കിയാൽ മതി, കവിതാ പരിപാടിയിൽ ഉണ്ടായിട്ടില്ല, അവർ വന്നില്ല, കനിമൊഴി വന്നിരുന്നു, കവിത വന്നില്ല. എന്നിട്ടാണ് ആധികാരികമെന്ന് മറ്റും കൊടുത്തത്. ഇനി വന്നെന്ന് തന്നെ കരുതുക. വന്നാൽ അതിലെന്താ വാർത്ത? വന്നാൽ എന്താണ് വാർത്ത എന്ന് പറഞ്ഞാൽ, ഞാൻ സ്പീക്കറായിരിക്കുമ്പോൾ മന്ത്രിയാവുന്നതിൻ്റെയും 5 മാസം മുമ്പാണതേ അവർ വന്നു പരിപാടി പങ്കെടുത്തു പോയി. അന്ന് അവർക്കറിയോ കോടിയേരി മാറും, ഗോവിന്ദ മാഷ് സെക്രട്ടറി ആവും, ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയാൽ സ്പീക്കറായ ഞാൻ മന്ത്രിയാവും എന്ന് മാത്രമല്ല എക്സൈസ് വകുപ്പ് തന്നെ കിട്ടും എന്ന് ത്രികാലജ്ഞാനിയൊന്നുമല്ലല്ലോ. അപ്പോൾ നോക്കൂ എത്ര പരിഹാസ്യമായ നിലയിലാണ് കഥകൾ കുക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് കാണിച്ചപ്പോൾ പിറ്റേ ദിവസം വളരെ രസകരമായിട്ടൊരു ഖേദപ്രകടനം കണ്ടു. ഖേദം അവസാനമുണ്ട്. തലക്കെട്ട് കണ്ടാൽ ഞാനെന്ത് മാപ്പ് പറഞ്ഞെന്ന് തോന്നലാണ് ആളുകൾക്ക്. വന്നില്ലെന്ന് രാജേഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല, ഇയാളിങ്ങനെയൊക്കെ പറയുന്നു എന്ന മറ്റുള്ളൊരു ശരി, അത്രയെങ്കിലും ആവട്ടെ, അത്രയെങ്കിലും ഉണ്ടായല്ലോ എന്നാണ് ഞാൻ ആശ്വസിക്കുന്നത്. ഈ നിലയിലായിരുന്നു ഈ വിവാദങ്ങളും കഥകളും നിർമ്മിച്ചു കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അതാണ് അസാധാരണമായിട്ട്. ഇതൊക്കെ അസാധാരണമായിട്ട് തോന്നുന്നില്ലേ? ഇതൊക്കെയാണ് അസാധാരണമായിട്ട്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് 10 MLD വെള്ളം കിൻഫ്രയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 15-16 ആയിരിക്കും ആ ഡിസിഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ 25-ലായി, 10 വർഷത്തിന് ശേഷമായി. വെള്ളത്തിന് ലഭ്യത ഇപ്പോഴും അവിടെ ഉണ്ടോ? പാലക്കാട് ജില്ലയുടെ കുടിവെള്ള ആവശ്യത്തിന്, മലമ്പുഴയുടെ ആവശ്യത്തിന് ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ 10 MLD എന്ന് പറഞ്ഞ വെള്ളം ഇപ്പോൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ മലമ്പുഴ ഡാമിൽ നിന്ന് കുടിവെള്ളത്തിനും കൃഷിക്കും വെള്ളം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വെള്ളത്തിൻ്റെ ക്ഷാമം കാരണം മലമ്പുഴ ഡാം അടച്ചിട്ടില്ല. 2, ഈ കുടിവെള്ള ആവശ്യത്തിന് ഈ പല വിചിത്രമായ കണക്കുകളും വന്നല്ലോ. അപ്പം ഞാൻ ആകെ കണക്ക് നോക്കി. പാലക്കാട് മുനിസിപ്പാലിറ്റി, പിരായിരി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം, പിന്നെ മലമ്പുഴ മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകൾ, ഇവിടേക്കൊക്കെ മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം കൊടുക്കുന്നുണ്ട്. എലപ്പുള്ളിക്ക് മലമ്പുഴയിൽ നിന്നല്ല കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് കൊടുക്കാൻ ആകെ മലമ്പുഴയുടെ സംഭരണ ശേഷിയുടെ 14% താഴെ വെള്ളമേ ആവശ്യമുള്ളൂ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ 10 MLD കിൻഫ്ര പാർക്കിന് കൊടുക്കേണ്ടി വന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യവസായ ഇടനാഴി ഉണ്ടാക്കുന്നുണ്ട്. അത് കിൻഫ്ര പാർക്കിൽ അത് വ്യവസായ ഇടനാഴിക്കും വെള്ളം കൊടുക്കേണ്ടി വരും. ആ വെള്ളവും കൂടി അവിടെ ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥ. തീർച്ചയായിട്ടും വേണമെങ്കിൽ. മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷത വഹിച്ച യോഗത്തിലൊരു തീരുമാനം, ഇപ്പോൾ 10 MLD കൊടുക്കാം, ആവശ്യമെങ്കിൽ ഭാവിയിൽ വർദ്ധിപ്പിക്കാമെന്നാണ്. അപ്പോൾ വ്യവസായ ഇടനാഴി വരുമ്പോൾ വർദ്ധിപ്പിക്കാവുന്നതാണ്, അതിന് തടസ്സമില്ല. അതിന് വെള്ളം അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള 1/2 MLD കൊടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂഗർഭജലം ഒരിറ്റ് ഊറ്റാൻ അനുവദിക്കില്ല എന്നത്. അത് ഈ സർക്കാരിൻ്റെ നിലപാടാണ്. അതനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ ഫയൽ ആദ്യം വെള്ളത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്തണം. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വന്നത്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്ന് കേരളം തന്നെയാണ്. 325 സെൻറ്റിമീറ്റർ നമുക്ക് ആവറേജ് മഴ ലഭിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ 235 സെൻറ്റിമീറ്ററാണ് മഴ കിട്ടുന്നത്. ഞാൻ ഈ ഭയങ്കരമായിട്ട് ബ്രൂവറികൾ വർക്ക് ചെയ്യുന്ന കർണാടകം നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആകെ 2-3 ബ്രൂവറികൾ മാത്രമാണ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലയേക്കാൾ, ഈവൻ പാലക്കാടിനേക്കാൾ കൂടുതൽ വെള്ളം
ലഭിക്കുന്ന ഒരു സ്ഥലത്തുള്ളത്. ബാംഗ്ലൂർ 163 സെൻറ്റിമീറ്ററാണ് അവിടുത്തെ മഴ. അവിടെ 16 ഡിസ്റ്റിലറികളും ബ്രൂവറികളും പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഇപ്പോൾ മന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾ പലപ്പോഴും പറയുന്നത് കേരളത്തിന് ആവശ്യമുള്ള ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് കൂടിയാണിത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഒരു കമ്പനി മാത്രമായിട്ട് വന്നത്? നിങ്ങൾക്ക് അത്ര സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് മധ്യ കമ്പനികളോട് ചോദിച്ചുകൂടെ, നിങ്ങൾക്ക് കേരളത്തിൽ വന്ന് മാനുഫാക്ചർ ചെയ്തുകൂടെ എന്നൊരു ഓപ്പൺ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കൊടുത്തുകൂടെ? ഇനിയാണല്ലോ അത് പരിഗണിക്കാൻ പറ്റില്ല നിങ്ങൾക്കത്. അതാണല്ലോ നയത്തിൽ ഈ പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ആർക്കും വരാം. അതിനടിസ്ഥാനത്തിലാണ് ഇവർ വന്നത്. ഞാൻ പറയുന്നത് ആർക്കും വരാമെന്നുള്ളതല്ല. ഇപ്പം വരുന്നുണ്ട് കേരള സർക്കാർ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തുകയാണ്. അപ്പോൾ പലപ്പോഴും വ്യവസായ മന്ത്രി പലരെയും അങ്ങോട്ട് പോയി ചെന്ന് കണ്ട് ക്ഷണിച്ച് വരുന്നൊരവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയധികം കേരളത്തിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ഷണിക്കുന്നതിലൊരു തെറ്റില്ല. ക്ഷണിക്കാതെ തന്നെ ഇവരെ ക്ഷണിച്ചു എന്നുള്ള ആക്ഷേപം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ക്ഷണിച്ചിട്ടില്ല. ഞാൻ ഇതെന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, ക്ഷണിക്കാവുന്നതാണ്, ക്ഷണിക്കുന്നതിൽ തെറ്റില്ല. എല്ലാ സർക്കാരുകളും ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കാറുണ്ട്. ഇവിടെ കേരളത്തിലാണ് വ്യവസായ വകുപ്പ് 100 കോടിക്ക് മുകളിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷണിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും വേണമെങ്കിൽ അതും ആലോചിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ പലരും സമീപിച്ചിട്ടുണ്ട്. ഒയാസിസിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അവരിങ്ങോട്ട് വന്നതാണെന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഒന്നാണ്. എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഏക കമ്പനിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 133 കമ്പനികൾ പങ്കെടുത്തതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഒയാസിസിനെ മാത്രമാണ് എന്നാണ്. ഈ വസ്തുത ഞാൻ പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാൻ കമ്പനിയുടെ PROയെ പോലെ പ്രവർത്തിക്കുന്നു എന്നത്. പിന്നെ ഈ കമ്പനിയെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ശ്രീ VD സതീശന് പ്രതിപക്ഷ നേതാവാൻ എന്ത് യോഗ്യത എന്ന് ചോദിച്ചാൽ സാധാരണഗതി പറയില്ല. അദ്ദേഹം 25 കൊല്ലമായിട്ട് MLA ആയിരുന്നു, കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്, 25 കൊല്ലത്തെ പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാൻ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ പറയാവുന്നൊരു മറുപടിയാണ്. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. എന്താണ് ഒയാസിസിനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. അല്ല, ഒയാസിസിൻ്റെ തെരഞ്ഞെടുപ്പായിട്ട് വരുന്നില്ലല്ലോ. അവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം. തെരഞ്ഞെടുപ്പല്ല, അവരിങ്ങോട്ട് വന്നതാണ്. ആ വ്യത്യാസമുണ്ട്. അവരിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർക്ക് മറ്റേ പഞ്ചാബിൽ അമരീന്ദർ സിംഗ് കൊടുത്തിട്ടുണ്ട്. ദിഗ്വിജയ് സിംഗ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് മധ്യപ്രദേശ് കൊടുത്തത്. ഹരിയാനയിലുണ്ട്. ഇപ്പോൾ 4-5 സംസ്ഥാനങ്ങളിൽ അവരുണ്ട്. 20 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അനുഭവ സമ്പത്തുള്ളവരാണ്. അത് പുകഴ്ത്തലല്ല, വസ്തുതയായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഇവരെ കൊടുത്തു എന്ന് വെച്ചപ്പോൾ അവർ സമീപിച്ചു, അവരുടെ അപേക്ഷ പരിശോധിച്ചു, എല്ലാ കാര്യങ്ങളും നിയമാനുസൃതമാണ്, ഞങ്ങളുടെ മുമ്പിൽ വന്ന കാര്യങ്ങളെല്ലാം, ബാക്കി അനുമതികൾ അവർ വാങ്ങണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്ലാച്ചിയുടെ കൊക്കക്കോള ഫാക്ടറിയുടെ 2 പ്രശ്നങ്ങളിൽ ഒന്ന് അവർ ഭൂഗർഭജലം എടുക്കുന്നുള്ളത്, 2 അവരുടെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് വളരെ സീരിയസ് ആയിരുന്നു. ഞാൻ പ്ലാച്ചിയുടെ പോയിട്ടുണ്ട്. അപ്പം ഫാക്ടറിക്ക് തൊട്ട് മുമ്പിലുള്ള കിണറിൽ നിറയെ വെള്ളമുണ്ട്. വെള്ളം ഞാൻ വായിലെടുത്തും തുപ്പി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അൺബെയറബിൾ ആയിട്ടുള്ള സ്മെല്ലും ഉണ്ടായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇവിടെ ഓഫ് കോഴ്സ് നമ്മളുടെ പാരിസ്ഥിതിക അവയർനെസ് കൂടി, നാടിൻ്റെ കൂടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി, നാട്ടുകാരുടെ പ്രതികരണം കൂടി, എന്ത് മുൻകരുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ടാവും? ഏതെങ്കിലും പ്ലാച്ചിമടയുടെ കാര്യത്തിലേ, ഈ പ്ലാച്ചിമട എന്ന് കേട്ടിട്ട് മാത്രമുള്ളവരാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത എന്നോട് പ്ലാച്ചിമടയെ കുറിച്ച് പറയുന്നത്. ഈ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസ് നേതാക്കളോ ആരോ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ആ സമരത്തിൻ്റെ എതിരുമായിരുന്നു. അപ്പോൾ കണ്ട നീ അവിടെ ഇരിക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന മട്ടിലാണ് പറയുന്നത്. ഞാൻ കണ്ടവൻ മാത്രമല്ല, കൊണ്ടവനുമാണ്. ഞാനിതിൽ കേസിൽ പ്രതിയായിരുന്നു. ഞാനന്ന് DYFIയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. അന്ന് DYFI ആണ് പ്ലാച്ചിമടയിൽ നിന്ന് ജില്ലാ കളക്ടറേറ്റിലേക്ക് 21 കിലോമീറ്റർ നീളത്തിൽ മനുഷ്യച്ചങ്ങൽ ഉൾപ്പെടെ നടത്തി വലിയ തോതിൽ ആളുകളെ മൊബിലൈസ് ചെയ്തത്. ആ പ്ലാച്ചിമട സമരം വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് DYFI ആണ് വഹിച്ചിട്ടുള്ളത്. കാരണം ജനത്തെ അണിനിരത്തിയത് DYFI ആണ്. വളരെ ആ സമരം 100% ശരിയായിരുന്നു. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ, 1 ഭൂഗർഭ ജലചൂഷണം, 2 ജലമലിനീകരണം, ഈ 2 വിഷയം മുൻനിർത്തിയാണ് അവർ സമരം നടത്തിയത്. ഇവിടെ ഇത് രണ്ടും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അനുമതി. ഇനി അഥവാ ഏതെങ്കിലും വയലേഷൻ ഉണ്ടോ, നടപടിയെടുക്കാൻ കെൽപ്പുള്ളൊരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, ചട്ടങ്ങളും നിയമങ്ങളും നിലവിലുള്ളതെല്ലാം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പഴുതുമതിൽ ഇട്ടിട്ടില്ല എന്നർത്ഥം. 1 ഭൂഗർഭജലം അനുവദിക്കില്ല, ഊറ്റാൻ അനുവദിക്കില്ല. 2 സീറോ ഡിസ്ചാർജ് ടെക്നോളജിയാണ്. ഇത് രണ്ടും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വയലേഷൻ വന്നാൽ നടപടിയെടുക്കും. ഓക്കെ. സാധാരണഗതിയിൽ ഇനിയാണ് എൻ്റെ ചോദ്യങ്ങളുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വിചിത്രമായിട്ടുള്ളൊരു നാടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്താണ് അസാധാരണ എന്ന് ചോദിച്ചത്. എക്സൈസ് മന്ത്രിയോടുള്ള എൻ്റെ ചോദ്യം, ഇപ്പം നമ്മൾ
പ്രത്യേകിച്ച് അടുത്ത 2 പ്രശ്നങ്ങൾ എക്സൈസും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും 2 പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. രണ്ടിനും കൺസിസ്റ്റൻസി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. ഇപ്പം അടുത്ത കാലത്തുണ്ടായ ചില ഗ്രൂസം എന്ന് നമുക്ക് പറയാവുന്ന ക്രൂരമായിട്ടുള്ള ചില ക്രൈമുകളിൽ, ചില കുറ്റകൃത്യങ്ങളിൽ പെടുന്ന 20-നും 30-നും ഒക്കെ ഇടയ്ക്ക് വയസ്സുള്ള കുട്ടികൾ പോലീസ് റിപ്പോർട്ട് പ്രകാരം മയക്കുമരുന്നിന് അടിമകളാണെന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ അധ്യാപകരോട് ചോദിച്ചാൽ, സമൂഹത്തിൻ്റെ ഏത് ലെവലിലുള്ള ആളുകളോട് ചോദിച്ചാലും മയക്കുമരുന്നിൻ്റെ വ്യാപനം എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എക്സൈസ് മന്ത്രി എന്ന നിലയ്ക്ക്, ഈ സർക്കാരിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രതികരണം എന്താണ്? എന്താണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെയ്യുന്നതൊക്കെ മതിയോ? ഞാൻ എന്താണ് സർക്കാർ ചെയ്യുന്നതെന്നും എത്ര ഗൗരവത്തോടെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്നും ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ കാണണം. ഈ ഡ്രഗ് ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആണ്. അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് ഏത് കാര്യവും എല്ലാം ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെയും കാര്യത്തിൽ രാജ്യങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലേക്ക് ഇത് വരുന്നത് എവിടുന്നാണ്? ഇന്ത്യയിലേക്ക് എങ്ങനെ വരുന്നത്? അത് ആദ്യം നമ്മൾ നോക്കണം. പ്രധാനമായിട്ടും വരുന്നത് 2 തുറമുഖങ്ങളിലൂടെയാണ്. ഒന്ന് ഗുജറാത്തിലെ മുന്ദ്ര, 2 മുംബൈ. ഈ 2 തുറമുഖങ്ങളിലൂടെയാണ് ആയിരക്കണക്കിന് കോടിയുടേതാണ് വരുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആണ് ബാക്കി സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. കേരളത്തിലേക്ക് ഇത് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് വലിയ തോതിൽ വരുന്നത്. സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ്. കേരളത്തിൽ എക്സൈസിന് സംസ്ഥാനത്തിനകത്താണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുക. എന്നാൽ മറ്റ് അന്വേഷണ ഏജൻസികൾ സംസ്ഥാനത്തിന് പുറത്തുള്ളവരുമായിട്ട് ഏകോപിച്ച് ഇക്കാര്യങ്ങൾ കണ്ടെത്താനും തടയാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് വലിയ തോതിൽ നടത്തി. അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു വലിയ ഒരു ഇടപെടൽ എക്സൈസ് നടത്തിയത്, ഇപ്പോൾ എക്സൈസ് മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ തുമ്പ് വെച്ച് ആൻഡമാൻ നിക്കോബാർ വരെ നമ്മൾ പോയി, നമ്മുടെ എക്സൈസ് സംഘം പോയി. എനിക്ക് ഓർമ്മയുണ്ട്, അത് എല്ലാ നടപടിക്രമങ്ങളും മറികടന്ന് അവർക്ക് ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്ത് പോകാൻ. കാരണം വലിയ നടപടിക്രമങ്ങളാണ്. ഇവർക്ക് വിമാനയാത്ര നടത്തണമെങ്കിൽ തന്നെ ഫയല് പല തട്ടുകൾ കടന്ന് മന്ത്രിയുടെ അടുത്ത് വന്ന് അപ്രൂവലൊക്കെ വേണം. ഇത് അവർക്ക് അനുമതി കൊടുത്തു, കാര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തിട്ട്. അവർ അണ്ടമാനിൽ പോയിട്ടാണ് 100 കോടി രൂപയുടെ മയക്കുമരുന്ന് ബങ്കറിൽ ഒളിപ്പിച്ച് വെച്ചത് കണ്ടെത്തുകയും അതിനകത്ത് വെച്ച് തന്നെ നശിപ്പിക്കുകയും ചെയ്തു. കാരണം പുറത്തെടുക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയാണ് അൻഡമാൻ ഭരണകൂടത്തിന് തന്നെ അൻഡമാൻ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ് ഇതിൻ്റെ എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നത്. ആദ്യമായിട്ട് അൻഡമാന് പുറത്തുനിന്നൊരു ഏജൻസി അവിടെ ചെല്ലുന്നത് കേരള എക്സൈസ് ആണ്. അപ്പം നമ്മൾ അത്രയും വലിയ ഇടപെടൽ നടന്നു. ആന്ധ്രയിലും മറ്റുമൊക്കെ പോയിട്ട് ഈ കിട്ടിയ വിവരത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഇൻ്റർനാഷണൽ നാഷണൽ കണക്ഷൻ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ഏകോപിതമായിട്ടുള്ള പ്രവർത്തനം വേണം. വിവിധ സംസ്ഥാനങ്ങളിലെ ഏജൻസികൾ ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരള എക്സൈസ് മികച്ച അഭിമാനകരമായിട്ടൊരു പ്രവർത്തനമാണ് നടത്തുന്നത്. അത് നമുക്ക് ഈ കേസിൻ്റെ എണ്ണത്തിൽ നോക്കിയാൽ കാണാം. പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെ അളവ് ഗണ്യമായിട്ട് വർദ്ധിച്ചതിൽ കാണാം. പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഈ സീഷം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യം. ചുരുക്കി പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവൻ പട്രോളിങ്ങിന് വേണ്ടി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് കെമു എന്ന പേരിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആധുനിക ഉപകരണങ്ങൾ എക്സൈസിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പുതിയ വാഹനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡേറ്റ ബാങ്ക് ക്രിമിനലുകളുടെ ഹാബിച്വൽ ഒഫൻഡേഴ്സിൻ്റെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ അളവ് വർദ്ധിപ്പിക്കണം. അത് നിയമം ഭേദഗതി ചെയ്യേണ്ട കേന്ദ്ര ഗവൺമെൻറ്റാണ്. കത്തെഴുതിയിട്ട് ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല. നമ്മുടെ MP-മാരോട് പറഞ്ഞിട്ട് ഈ കാര്യം ഉന്നയിക്കണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് അതിന് തയ്യാറായിട്ടില്ല. ഞാൻ ഒരു പത്രപ്രവർത്തകൻ നിലയ്ക്ക് ഞാൻ ഈ ശ്രീ അമിത് ഷാ ആഭ്യന്തരമന്ത്രി, അദ്ദേഹം ഇതിൻ്റെ കൂടി മന്ത്രിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3 മാസത്തിലേക്ക് ഒരിക്കലെങ്കിലും അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് പെടുകയും ഇതിനെതിരെ ഒരു കമ്പൈൻഡ് യുദ്ധം നടത്തണമെന്ന് ഒരു 3 മാസത്തിൽ ഒരിക്കലും വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കാണാറുണ്ട്. കേന്ദ്ര സർക്കാർ എത്രത്തോളം ഇതിൽ ഇഫക്റ്റീവാണ്, എത്രത്തോളം സംസ്ഥാന സർക്കാരുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ഈ പ്രശ്നത്തെ അപ്ഫ്രണ്ടായിട്ട് ഇതിൽ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ കേരളത്തിൽ നിന്ന് ഞാൻ പങ്കെടുത്തിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എക്സൈസ് മന്ത്രിമാരെല്ലാവരും ആ യോഗത്തിലുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഏകോപനം ശക്തിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഈ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ അളവ്
വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അത്തരം നടപടികൾ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാവണം. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അളവ് വർദ്ധിക്കുന്നത് ഒരാളുടെ അടുത്ത് പിടിച്ചാൽ കേസെടുക്കാൻ അതെ, കേസെടുക്കാവുന്ന അളവ്. അപ്പോൾ അത് വർദ്ധിപ്പിക്കണം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് ഇനി നടപടി ഉണ്ടാവേണ്ടതാണ്. ഇനി ഒരു ഭാഗം ഇത് എൻഫോഴ്സ്മെൻറ്റ്, രണ്ട് നമ്മളിതിനെ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് മാത്രം നേരിടാവുന്ന ഒരു പ്രശ്നമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അപ്പം അതിനെ ആ നിലയിൽ കണ്ട് ഇന്ത്യയിൽ നിന്നല്ല ഒരുപക്ഷെ ലോകത്ത് കേരളത്തിൽ ഇടപെട്ടതുപോലെ മറ്റെവിടെ ഇടപെട്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ വിപുലമായ ബോധവൽക്കരണ പരിപാടി നടത്തി. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി ചെയർമാനും എക്സൈസ് മന്ത്രി സഹ ചെയർമാൻ കോ ചെയർമാനുമായിട്ടുള്ള ഒരു സമിതി പ്രവർത്തിക്കുന്നു. ജില്ലാ തലത്തിലുണ്ട്, തദ്ദേശ സ്ഥാപന തലത്തിലുണ്ട്, വാർഡ് തലത്തിലുണ്ട്, ഓരോ വിദ്യാലയ തലത്തിലുണ്ട്. വിദ്യാലയങ്ങളിൽ അധ്യാപകന് ചുമതലയുണ്ട്. പോലീസ് യോദ്ധാവ് എന്ന പേരിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. എക്സൈസിൻ്റെ പ്രത്യേകമായിട്ട് വിമുക്തി മിഷൻ്റെ ബോധവൽക്കരണ പരിപാടികളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഇതിനിരയാവുന്ന കുട്ടികളുണ്ട്. പ്രധാനമായിട്ട് കുട്ടികളെയാണല്ലോ ലക്ഷ്യം വയ്ക്കുന്നത്. ചെറുപ്പത്തിലെ പിടികൂടുക എന്നുള്ളതാണ് മുദ്രാവാക്യം. അപ്പോൾ ഈ ഇരയാവുന്നവരെ നമ്മൾ കുറ്റവാളികളായിട്ടല്ല കാണുന്നത്. അവരെ ഈ പടുകുഴിയിൽ നിന്ന് കൈപിടിച്ച് കയറ്റുക എന്നതാണ്. അതിന് ഒരുപക്ഷെ വിമുക്തി ഇന്ത്യക്ക് മാതൃകയാണ്, ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള പദ്ധതിയാണ്. പിന്നെ നമ്മൾ വലിയ മനുഷ്യച്ചങ്ങലയും മറ്റും വലിയ ബഹുജന ക്യാമ്പയിനും ഒക്കെ നടത്തിയത് ഓർക്കുന്നുണ്ടാവും. അത് തുടരണം. ഇത് മതിയെന്ന് ചോദിച്ചാൽ പോരാ, തീർച്ചയായിട്ടും പോരാ, തുടരണം. അത് കൂടുതൽ വിപുലമായി ഈ ഗവൺമെൻറ് അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതൊരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല, എല്ലാവരും ഒരുമിച്ച് അണിനിരക്കേണ്ട, എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തേണ്ട ഒരു സാമൂഹ്യ പ്രശ്നമായിട്ടാണ് ഞങ്ങളിതേ കാണുന്നത്. സാക്ഷരതയും അതുപോലെ ജനകീയാസൂത്രണമൊക്കെ പോലെ വലിയ തോതിൽ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെ പിന്തുണയോടുകൂടി ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ തീർച്ചയായും. കാരണം ഇത് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പം കേരളത്തിലെ ജയിലുകളിലുള്ള ചെറുപ്പക്കാരുടെ എണ്ണം അത് അംഗീകരിക്കാൻ പറ്റാത്തതും വലുതാണ്. ഇത് പിടിക്കപ്പെടുന്ന ആളുകൾ അവരവിടെ നിന്ന് എങ്ങനെയാണ് പുറത്തു പോകുന്ന അറിയത്തില്ല. പക്ഷേ ജീവിതം തീർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിച്ചിട്ട് 1-2 വർഷമൊക്കെ പഠിച്ചിട്ട് ജയിലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു സൊസൈറ്റിയുടെ പ്രശ്നം. ഒരു ക്രിമിനലോ 2 പേരോ ആകുന്നതല്ല, ഒരു ജനറേഷനിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി നിങ്ങളെ എത്ര സഹായിക്കുന്നു? കാരണം ഇതിനകത്ത് ഈ പറയുന്ന പോലെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്നതിന് ശേഷം അതിർത്തിക്കപ്പുറത്തേക്ക് അവിടെ വരെ കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എത്രത്തോളം ഏകോപനം നടക്കുന്നു? കൂടുതൽ ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട്. ഞാനിപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അതിനകത്ത് രാഷ്ട്രീയമേ അല്ല ഞാൻ പറയുന്നത്. കൂടുതൽ ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട്. ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾക്കും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവേണ്ടത്. രണ്ടാമത്തെ പ്രശ്നം എന്നുള്ളത് സ്ട്രേ ഡോഗ്സിൻ്റെയാണ്. അത് എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടി എണീക്കുന്നു, കോടതി എണീക്കുന്നു, പത്രങ്ങൾ എണീക്കുന്നു, മാധ്യമങ്ങൾ എണീക്കുന്നു, താങ്കൾ പത്രസമ്മേളനം നടത്തുന്നു, പിന്നെ ആ പ്രശ്നം കൊണ്ട് തീരുന്നു. പക്ഷേ അതൊരു റിയൽ പ്രശ്നമായിട്ട് അത് അവിടെ നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് അസംബ്ലിയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഞാനതിന് മറുപടി പറയുമ്പോഴും എന്താണ് പ്രശ്നം എന്നുള്ളത് വ്യക്തമാക്കി. 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എന്താണ് സർക്കാരിന് നിലവിലുള്ള കേന്ദ്രത്തിൻ്റെ ABC ചട്ടങ്ങൾ പ്രകാരം ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് ഉണ്ട്, അത് പ്രകാരം ചെയ്യാൻ പറ്റുക 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, വാക്സിനേഷൻ കൊടുക്കാം. 2, വന്ധ്യംകരിക്കാം. ഈ 2 അല്ലാതെ വേറൊന്നും ചെയ്യാനാവില്ല. ഇനി വന്ധ്യംകരിക്കാം എന്ന് പറഞ്ഞാൽ ABC കേന്ദ്രങ്ങൾക്ക് ഈ ABC റൂൾസ് വെച്ചിട്ടുള്ള ചട്ടം വായിച്ചിട്ടുണ്ട്. അത് വന്ധ്യംകരണത്തെ സഹായിക്കാനുള്ളതാണോ അതോ ഒരിക്കലും വന്ധ്യംകരണം നടത്താതിരിക്കാനുള്ളതാണോ എന്ന് വായിച്ചവർക്ക് മനസ്സിലാവും. അതായത് ഒരു ഹാർട്ട് സർജറി നടത്തുന്നതിനേക്കാളും പ്രീകോഷൻ എടുത്തിട്ടാണ്. അത്രയും വ്യവസ്ഥ ഇല്ല മനുഷ്യരുടെ കാര്യത്തിലില്ല. കൂടിൻ്റെ വലിപ്പം മുതൽ കൂട്ടിലുണ്ടാവേണ്ട ഓപ്പറേഷൻ തിയേറ്റർ, കൂടല്ല, ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെ സജ്ജീകരിക്കണം, അതിലുണ്ടാവേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കണം, പിന്നെ അതുപോലെ തന്നെ മറ്റേ റെഫ്രിജറേറ്റർ ഉണ്ടാവണം, ഈ സർജറി ഇത് നീക്കം ചെയ്യുന്നത് സൂക്ഷിക്കാൻ റെഫ്രിജറേറ്റർ ഉണ്ടാവണം, പിന്നെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ്, ഞാൻ മറന്നു 7 വർഷം മറ്റുമാണ് പറയുന്നത്, അങ്ങനെയുള്ള ഡോക്ടർമാരുടെ സേവനം ഉണ്ടാവണം, പിന്നെ തെരുവ് പട്ടി പിടിച്ചുകൊണ്ടുവന്നാൽ സർജറി ചെയ്ത് ഒരാഴ്ച സൂക്ഷിക്കണം, ഇൻഫെക്ഷൻ വരില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഹീൽ ചെയ്ത ശേഷമേ അതിനെ പുറത്ത് വിടാവൂന്ന് മാത്രമല്ല എവിടെ നിന്ന് പിടിച്ചോ അവിടെ കൊണ്ടുപോയിട്ട് വിടണം. ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ധാരാളം. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഫലത്തിൽ ഇത് അസാധ്യമാക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ്. അപ്പം നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇത് റിലാക്സ് ചെയ്യണം. എന്ത് ചെയ്തു? കൂടുതൽ ടൈറ്റൻ ചെയ്തു. അതാണ് വ്യവസ്ഥകൾ കൂടുതൽ കർക്കശമാക്കി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ആ ABC റൂൾ പ്രകാരം വളരെ അതിനു മുമ്പ് കുടുംബശ്രീ ഇത് നടത്തിക്കൊണ്ടിരുന്നതാണ്. കുടുംബശ്രീ ഏറ്റവും കൂടുതൽ നടത്തിയത് അപ്പോഴാണ്.
പക്ഷേ കുടുംബശ്രീയുടെ ഈ കേന്ദ്രങ്ങൾക്ക് മുഴുവൻ ആനിമൽ വെൽഫെയർ ബോർഡ് അവർ അനുമതി നിഷേധിച്ചു. അതോടുകൂടിയാണ് നമ്മുടെ വന്ധ്യംകരണം, വാക്സിനേഷൻ എന്നിവ പ്രതിസന്ധിയിലായത്. പിന്നെ ഇത്രയും സന്നാഹങ്ങളുള്ളതേ നമുക്ക് പറ്റൂ. അങ്ങനെയുള്ള 15 നമ്മൾ ആരംഭിച്ചു. കൂടുതൽ ആരംഭിക്കാം, അതിന് പൈസ വെച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ തടസ്സം അറിയോ? അപ്പോൾ വരുന്നു അടുത്ത പ്രശ്നം. നാട്ടുകാരെല്ലാം പട്ടി കടിക്കുന്നതിനെതിരാണ്. പട്ടി കടിക്കുന്നതിനെതിരെ ഗവൺമെൻറ് നടപടി എടുക്കുന്നില്ല എന്ന് മുറവിളി കൂട്ടും. പക്ഷേ ABC കേന്ദ്രം വന്നാൽ ഇവിടെ പറ്റില്ല. മാലിന്യത്തിൻ്റെ കാര്യത്തിൽ അതേ സമീപനമാണ്. നിംബി സിൻഡ്രോമാണ്, നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ്. ഇതാണ് സമീപനം. ഗവൺമെൻറ് നടപടി എടുക്കണം, ABC കേന്ദ്രം വേണം, പക്ഷെ ഇവിടെ പറ്റില്ല. എല്ലാവരും നിലപാടെടുക്കുകയാണ്. ഇന്ന് പാലു MLA ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നം ഇതാണ്, അതുകൊണ്ട് MLA ഒരു മാതൃക കാണിക്കണം. ആലുവയിൽ ഒരു ABC കേന്ദ്രം സ്ഥാപിക്കാൻ ജനങ്ങളുടെ സമ്മതം വാങ്ങിത്തരണം. ജനപ്രതിനിധിയാണല്ലോ, ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ കുറച്ചു കാലം മുമ്പ് ദാരുണമായ സംഭവം മുഴപ്പിലങ്ങാട് ഉണ്ടായി, ഓർക്കുന്നുണ്ടല്ലോ. 2 വർഷം മുമ്പാണ് ഒരു കുട്ടിയെ തെരുവ് പട്ടികൾ കടിച്ച് കൊന്നത്. ആ മുഴപ്പിലങ്ങാട് ABC കേന്ദ്രം ആരംഭിക്കാൻ ശ്രമിച്ച് സമരം ചെയ്ത് പൂട്ടിച്ച് നടത്താൻ സമ്മതിക്കാതിരുന്നതാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്നിട്ട് അവിടെയോ ഇത് നടന്നപ്പോൾ സമരം ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇക്കാര്യത്തിലും മാലിന്യത്തിൻ്റെ അതേ സമീപനം ഉണ്ട്. പബ്ലിക് പ്രൊട്ടസ്റ്റ് എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ്. അല്ലെങ്കിൽ 15-ൽ കൂടുതൽ നമുക്ക് ആരംഭിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ വരുന്നൊരു നിർദ്ദേശം എന്താണ്? ഈ തെരുവ് പട്ടികളെ മുഴുവൻ ഷെൽട്ടറിനകത്താക്കുക എന്നതാണ്. അത് അപ്രായോഗികമായിട്ടുള്ള ഒന്നാണ്. ഇനി ABC കേന്ദ്രം ആരംഭിക്കാൻ പോലും നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ വലിയ ഷെൽട്ടർ, ആയിരക്കണക്കിന് പട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്ന ഷെൽട്ടർ കേരളം പോലും സ്ഥലത്ത് സാധ്യമാവും. അപ്പോൾ ഈ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിലുള്ളത്. അതിനകത്ത് നിന്നുകൊണ്ട് സർക്കാർ ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും. മാലിന്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സർക്കാർ ഒന്നാം LDF സർക്കാരും അതിൻ്റെ 2ാമത്തെ എഡിഷൻ വന്നു കഴിഞ്ഞപ്പം സത്യത്തിൽ വളരെയധികം മുമ്പോട്ട് പോയിട്ടുള്ള ഒരു ഫീൽഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബ്രഹ്മപുരത്ത് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പടം എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഗവൺമെൻറ്റായിട്ട് ഏറ്റവും കൂടുതൽ ഓടിയ ഒരു സാധനമാണ്. എന്താണ് ഇപ്പോൾ അതിൻ്റെ കാര്യത്തിലുള്ള ഒരു അവസ്ഥ എന്താണ്? മാലിന്യ ഡമ്പുകൾ നിങ്ങൾ ക്ലീൻ ചെയ്തിരുന്നു, ബ്രഹ്മപുരം ക്ലീൻ ചെയ്യുന്നു, ചില കാര്യങ്ങൾ ശരിക്കും നടക്കുന്നു. 24 ഡം സൈറ്റുകൾ ഇപ്പോൾ ബയോ റെമഡിയേഷൻ വഴി നീക്കം ചെയ്ത് കഴിഞ്ഞു. 25 ഇപ്പോൾ ആരംഭിച്ചു. അതിൽ ഇപ്പോൾ ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള 10 ഇപ്പോൾ ഉടൻ തീരാറായി. ബ്രഹ്മപുരം മെയ് മാസത്തോടു കൂടി പൂർത്തിയാവും. ഇപ്പോൾ 75% ബയോമൈനിങ് കഴിഞ്ഞു. ഞാൻ ഓർമ്മിക്കുന്നൊരു കാര്യം, ഞാൻ മന്ത്രിയായിട്ട് അധികം വൈകുന്നതിന് മുമ്പാണ് ബ്രഹ്മപുരം തീപിടുത്തുണ്ടാവുന്നത്. അന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞ 2 കാര്യം. ഒന്ന്, ഈ ആപത്തിനെ ഒരവസരമാക്കി സർക്കാർ മാറ്റും. ഇതൊരാപത്താണ്, പക്ഷേ ഇത് ബ്രഹ്മപുരത്തെ മാത്രമല്ല കേരളത്തെ ആകെ ശുചിയാക്കാനുള്ള ഒരവസരമാക്കി മാറ്റും. 2, ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കും. വലിയ പരിഹാസമായിരുന്നു, ട്രോളായിരുന്നു, സ്വാഭാവികം. കാരണം പല പ്രഖ്യാപനങ്ങളും കേട്ടിട്ടുള്ളത് കൊണ്ട് ഇതും അതുപോലൊരു പാഴ്വാക്കായിട്ട് ആളുകൾ കരുതുക സ്വാഭാവികമാണ്. പക്ഷേ പൂങ്കാവനമാക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘട്ടം സർക്കാർ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. അതാണ് പറഞ്ഞത്, അവിടെ 18 ഏക്കർ പൂർണ്ണമായി വീണ്ടെടുത്തു. അറിയാമല്ലോ എത്ര വലിയ മാലിന്യ മലയായിരുന്നു എന്നുള്ളത്. ഞാൻ ആ തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടെ പോയിട്ടുള്ളതാണ്. അവിടെയാണ് 18 ഏക്കർ വീണ്ടെടുത്തത്. ഒരു ഭാഗത്തൊരു പൂന്തോട്ടം, സാധാരണഗതിയിലുള്ളൊരു പൂന്തോട്ടം, മറ്റേ ക്രിക്കറ്റ് പിച്ച് ഉണ്ടാക്കി, ഫുട്ബോൾ, വോളിബോൾ കോർട്ട് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ അതൊരു മെസ്സേജാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അല്ല വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നാണ് ബ്രഹ്മപുരം തെളിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, ബ്രഹ്മപുരം ഉണ്ടായി അധികം വൈകാതെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് BPCL-ലുമായി ചേർന്നിട്ടുള്ള കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ്. അതിതാ ഈ മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ഉദ്ഘാടനം ചെയ്യാണ്. ഇപ്പോൾ അതിൻ്റെ പണി അവസാന ഘട്ടത്തിലാണുള്ളത്. 150 ടൺ ജൈവമാലിന്യം പ്രതിദിനം കംപ്രസ് ബയോഗ്യാസ് ആക്കി മാറ്റി അവിടെ നിന്ന് പൈപ്പ് ലൈൻ വഴി 3 കിലോമീറ്റർ അകലെയുള്ള BPCL-ന്റെ റിഫൈനറിയിലെത്തിച്ച് ഉപയോഗിക്കുന്ന പ്ലാന്റ് അവസാന ഘട്ടത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അതും കണ്ടിരുന്നു. ഏപ്രിലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. തീർന്നില്ല, സമാനമായ പ്ലാന്റുകൾ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അനുമതി കൊടുക്കുകയാണ്. അതിന് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും കേരളത്തിൽ കുറച്ചു കാലം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഞാനത് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്തരം പ്ലാന്റുകൾ വരുന്നതിനോട് മനുഷ്യർക്ക് എതിർപ്പില്ലേ? ഇത് ബ്രഹ്മപുരത്തായതുകൊണ്ട് പിന്നെ എതിർപ്പ്. ബ്രഹ്മപുരത്ത് നേരത്തെയുള്ള അവസ്ഥ വലിയ മാറ്റമാണല്ലോ, അപ്പോൾ വലിയ എതിർപ്പില്ല. ഇപ്പോൾ എതിർപ്പില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി. എതിർപ്പില്ലാത്ത സ്ഥലങ്ങൾ
നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് മാത്രമല്ല, ഇപ്പോൾ STP FSTP വലിയ എതിർപ്പുള്ള കാര്യങ്ങളാണിത്. ഈ ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിലും ദ്രവമാലിന്യം സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റുകൾ വലിയ എതിർപ്പുള്ളതാണ്. ആ എതിർപ്പ് ഇപ്പോഴും ശക്തമായിട്ടുണ്ട്. ആ എതിർപ്പ് ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 ഡസനോളം പ്ലാന്റുകൾ നമുക്കിപ്പോൾ ഉടൻ ആരംഭിക്കാവുന്ന നിലയിലായിട്ടുണ്ട്. ആ മാറ്റം ഉണ്ടായി. കേരളത്തിൽ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. വലിയ മാറ്റമാണ് ഇതിലുണ്ടായത്. ഇപ്പോൾ ഒരനുഭവം ഞാൻ പറയാം. ഞാൻ മന്ത്രിയായ ഉടനെ സ്പീക്കറായിരിക്കുമ്പോൾ ഒരു അടിയന്തര പ്രമേയം വന്നു നിയമസഭയിൽ. കോതി ആവിക്കൽത്തോട് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ. കോഴിക്കോട്ടെ വലിയ വിവാദമായിരുന്നല്ലോ. അപ്പം അന്ന് ഗോവിന്ദമാഷ് മറുപടി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് വളരെ വികാരപരമായിട്ടാണ് പ്രതിപക്ഷം പറഞ്ഞത്, ഞങ്ങളുടെ നെഞ്ചത്തൂടെ അല്ലാതെ അവിടേക്ക് ലോറി കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മോളുടെ അഡ്മിഷനായിട്ട് ലയോള കോളേജിൽ പോകുന്നത്, ചെന്നൈയിൽ. അപ്പോൾ ലയോള കോളേജിൽ അന്ന് സ്പീക്കറൊക്കെ അല്ലേ, അപ്പോൾ അവർ മൊത്തം കോളേജൊക്കെ കൊണ്ട് കാണിച്ചു. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ ബംഗ്ലാവിനും ലേഡീസ് ഹോസ്റ്റലിനും ഇടയിലായിട്ട് അവരെ പ്ലാൻ എനിക്ക് കാണിച്ചു. ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ്, ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റാണ്. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞ് 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ ഈ പ്ലാന്റ് വെച്ചാൽ ദുർഗന്ധം വരില്ലേ? അവർ ചോദിച്ചു, വല്ല ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. അവർ പറഞ്ഞു, ഈ ചെടികൾ, വലിയ ഗാർഡൻ ഉണ്ട്, 8000 കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. ഈ ചെടികൾ മുഴുവൻ നനയ്ക്കുന്നത് അതിലെ വെള്ളം ഉപയോഗിച്ചാണ്. അത് ശുദ്ധീകരിച്ച വെള്ളം, ഒരു ലെവൽ ശുദ്ധീകരിച്ചാൽ ഇറിഗേഷൻ ഉപയോഗിക്കാം, പിന്നെയും ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് അവർ ഉപയോഗിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ആ ടെക്നോളജി ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ചിന്തിച്ചത്, ഇത് ആളുകളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആദ്യം ഉത്തരവാദപ്പെട്ട ആൾക്കാർക്ക് ബോധ്യം വരണമല്ലോ. നിയമസഭാംഗങ്ങളിൽ ചിലർ തന്നെ പറയണം ഞങ്ങളുടെ നെഞ്ചത്തൂടെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് കേരള നിയമസഭയിലെ കക്ഷി നേതാക്കളെ ഒരു ലഞ്ചിന് ക്ഷണിച്ചു. ലഞ്ച് കൊടുത്തത് മുട്ടത്തറയിലെ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റിനകത്ത് വെച്ചാണ്. 104 MLD ആണ് അതിൻ്റെ ശേഷി. 104 MLD അവിടെയാണ്. അപ്പോൾ അവിടെ ആദ്യം ഒരു സെഷൻ, Q&A സെഷൻ വെച്ചു, ചോദ്യോത്തരം. സംശയങ്ങളെല്ലാം വിദഗ്ധർ വ്യക്തത വരുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവരിന്ന് ഭക്ഷണം കഴിച്ചു. പായസവും ബോളിയൊക്കെ കൂട്ടി നല്ല മൃഷ്ടാന്ന ഭക്ഷണം. 150ഓളം പേര്, മാധ്യമപ്രവർത്തകർ, ടെലിവിഷൻ ക്യാമറകളെല്ലാം അവരുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പ്ലാന്റിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചു. താഴെ ഇത് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, ഒരു ഓക്കാനം പോലും ആർക്കും ഉണ്ടായില്ല. അപ്പോൾ ഈ കക്ഷി നേതാക്കൾ പറഞ്ഞു, ഇത് ഇങ്ങനെയാണെന്ന് ഞങ്ങളാരും അറിഞ്ഞില്ല, ഇങ്ങനെയാണെങ്കിൽ ആർക്കും എതിർപ്പ്, ഇത് സർക്കാർ ഒരു കാര്യം ചെയ്യണം, ഇത് ആളുകളെ മുഴുവൻ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു, സർക്കാരല്ല, അതിനാണ് നിങ്ങളെ കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചത്, സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, പക്ഷെ അറിയുന്നതിന് മുമ്പ് എതിർത്തു. അതാണ് ഒരു പ്രത്യേകത. അല്ല, അതിനൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബ്രഹ്മപുരത്തും ഞെളിയമ്പറമ്പിലും വിളപ്പിൽ ശാലയിലും ഒക്കെ ഇതുപോലത്തെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ സംസാരിച്ചു. അവർ തന്നെ പറഞ്ഞത്, ഇപ്പോൾ ഇത് ബോംബെയിൽ കൊണ്ടുപോയി കാണിക്കുന്നു, അതായത് ഏറ്റവും വൃത്തിയായിട്ട് നടക്കുന്ന ഒരു പ്ലാന്റ് കൊണ്ടുപോയി കാണിക്കുന്നു. അപ്പോൾ പ്രശ്നമായി കഴിയുമ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ പണ്ട് ബോംബെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ അനുഭവം ഇതാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സ്, ഇത് സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് ആ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടപ്പാക്കുക എന്നുള്ളൊരു പ്രശ്നമല്ലേ അത്? ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അതിലൊരു വ്യത്യാസമുണ്ട്. അതായത് വിളപ്പിൽശാല, ലാലൂര്, ഞെളിയമ്പറമ്പ്, ഈ സ്ഥലങ്ങളൊക്കെ എടുത്ത് നോക്കൂ, അവിടെ എവിടെ പ്ലാന്റ് ഉണ്ടായിരുന്നു? ഇല്ല. പ്ലാന്റിൽ ഡംപിങ് മാത്രം, ഡംപ് സൈറ്റുകളായിരുന്നു അത്. അപ്പം നമുക്കിതുവരെ ഒറിജിനൽ കോൺസെപ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയതല്ല. നമുക്കിതുവരെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പം അതിൽ നിന്ന് മാറി ഈ കഴിഞ്ഞ 2016 മുതൽ ഈ ഗവൺമെൻറ് മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. 2021 രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി പ്രഖ്യാപിച്ചു. അപ്പോൾ അത് ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകളാണ്. അപ്പോൾ ഞാനൊരു അനുഭവം പറയാം. ഗുരുവായൂരിലെ ചൂൽപ്പുറം, അവിടുത്തെ ഡംപ് സൈറ്റിൻ്റെ പേര് ശവക്കോട്ട എന്നായിരുന്നു. ആ പേര് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം എന്താണെന്നറിയാമോ, ചത്ത മൃഗങ്ങളുടെ മൃതശരീരം കൊണ്ട് വലിച്ചെറിയുന്ന ബാക്കി മാലിന്യത്തിനൊക്കെ പുറമെ ഗുരുവായൂർ ലക്ഷക്കണക്കിന് ആൾ വരുന്ന സ്ഥലമാണ്. ആ മാലിന്യം മുഴുവൻ ചെയ്തിരുന്നത് എന്താ അറിയോ, ഇവിടെ കൊണ്ടുപോയിട്ട് തള്ളും. സംസ്കരണമില്ല. ചത്ത മൃഗങ്ങൾ മാത്രമല്ല, അജ്ഞാത മനുഷ്യ മൃതശരീരങ്ങൾ പോലും അവിടെ കൊണ്ടുപോയിട്ടിരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ പരിസരത്തൊന്നും ആർക്കും അടുക്കാൻ പറ്റുമായിരുന്നില്ല അത്രേ. മഴക്കാലത്താണെങ്കിൽ മഴ പെയ്ത് ഈ അഴുകിയ വെള്ളം ഇറങ്ങും. ഭയങ്കര എതിർപ്പായിരുന്നു ആളുകൾക്ക്, അതിഭയങ്കരമായ എതിർപ്പായിരുന്നു. ആ ഗുരുവായൂരിൽ ഇപ്പോൾ
ഉറവിട മാലിന്യ സംസ്കരണം വന്നു, പ്ലാന്റുകൾ വന്നു, ഒരു പ്രശ്നവുമില്ലാതെ വന്നില്ലേ? എങ്ങനെ വന്നു? ഈ ചൂൽപ്പുറത്തെ ശവക്കോട്ട ഇന്നില്ലാതായി. അത് മുഴുവൻ വൃത്തിയാക്കിയെന്ന് മാത്രമല്ല, അവിടെ അതിമനോഹരമായിട്ടുള്ള പാർക്ക് വന്നു. കുട്ടികൾക്കുള്ള പാർക്ക്, മുതിർന്നവർക്കുള്ള പാർക്ക്, ബാക്കി സ്ഥലം ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നു. ജൈവ മാലിന്യം സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നു. ടേക്ക് എ ബ്രേക്ക് വന്നു. ഈ സൗകര്യങ്ങളെല്ലാം വന്നു. ചക്ക വേരിലും കായ്ക്കുന്ന കേരളം തെളിയിച്ചിട്ടുണ്ട്, ബ്രഹ്മപുരത്ത് മാത്രമല്ല. അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. മറ്റത് പഴയ അനുഭവമാണ്. അന്ന് മാലിന്യ സംസ്കരണമില്ല, മാലിന്യം തള്ളലേ ഉള്ളൂ. ഇപ്പോഴാണ് സംസ്കരണത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ ഇവിടേക്ക് കൊണ്ടുവന്നത്. വേറൊരു സ്ഥലം അനുഭവം കൂടിയുണ്ട്. ഇപ്പോൾ ചേർത്തലയിലെ പ്ലാന്റ്, ചേർത്തലയിലെ ശുചിമുറി സംസ്കരണ പ്ലാന്റ് നാഷണൽ ഹൈവേയുടെ അടുത്താണ്. ചുറ്റും ആശുപത്രികളൊക്കെ ഉണ്ട്. അതിഭയങ്കരമായ എതിർപ്പ്, സമരസമിതി ഒക്കെ ഉണ്ടാക്കി. ഞാൻ ചർച്ചയ്ക്ക് വിളിക്കാത്തൊരാളും കയറി വന്നു. സമരസമിതി കൺവീനർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അതിഭയങ്കരമായിട്ട് അയാൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു 4 ജില്ലകളിലെ കക്കൂസ് മാലിന്യം മുഴുവൻ ചേർത്തലയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു 4 ജില്ലയിലെ ഏതൊക്കെയാണ്? അപ്പോൾ ഒരു മടിയില്ലാതെ 4 ജില്ലയുടെ പേര് പറഞ്ഞു. ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ഞാൻ ചോദിച്ചാണോ? അതെ, എൻ്റെ കയ്യിൽ രേഖയുണ്ട്. എന്താ രേഖ? സർക്കാർ ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അഫിഡവിറ്റ് മേശപ്പുറത്തിരിക്കുക. ഞാൻ എടുത്തു കൊടുത്തു. നിങ്ങൾ പറഞ്ഞത് എവിടെയെന്ന് ചൂണ്ടിക്കാണിക്കും. അദ്ദേഹം താഴേന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കൊക്കെ വായിച്ചിട്ട് ഇതിൽ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇമ്മാതിരിയാണ് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരായുധനായി കഴിഞ്ഞപ്പോൾ സമരസമിതി നേതാവ് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ മന്ത്രി അവിടെ നേരിട്ട് വന്ന് ആളുകളോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എതിർക്കുന്ന ആളുകൾ ബസ് വാഹനമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. മുട്ടത്തറയിൽ പ്ലാന്റ് ഒന്ന് വന്ന് കാണണം. നിങ്ങളിവിടെ വന്നാൽ അതിൻ്റെ അടുത്ത ദിവസം ഞാനിവിടെ വരാം. അവരെ കൊണ്ടുവന്നു, ഇവിടെ വന്ന് കാണിച്ചു. കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. അടുത്ത ദിവസം ഞാനവിടെ പോയി. അപ്പോൾ ആസൂത്രിതമായിട്ട് 1000 ആളെ കൂട്ടിയിരിക്കുകയാണ്. മുഴുവൻ ടെലിവിഷൻ ക്യാമറകളുണ്ട്. ഞാൻ അന്തം വിട്ടു. ഞാൻ ഇവരെ മാത്രം കാണാനല്ലേ പോയി. ഞാൻ ഈ മാധ്യമങ്ങളോട് ചോദിച്ചാൽ നിങ്ങളൊക്കെ എങ്ങനെ എത്തി? അല്ല, മിനിസ്റ്റർ വരുന്നതെന്നുള്ള വിവരം കിട്ടി. ആളെ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ രംഗം സൃഷ്ടിക്കാനുള്ള നീക്കാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കുറേ കന്യാസ്ത്രീകളെയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഞാൻ അവരുടെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഉദ്ദേശിച്ചതുപോലെ രംഗം ഇതിൻ്റെ പിന്നിൽ ചില സ്ഥാപിത താല്പര്യക്കാരുണ്ട്, അവർക്ക് സൃഷ്ടിക്കാനായില്ല. അവിടെ ഇപ്പോൾ ചേർത്തലയിൽ ഉദ്ഘാടനത്തിന് സജ്ജമായി. ഇപ്പോൾ ഈ അടുത്ത മാസം നമുക്ക് ഉദ്ഘാടനം ചെയ്യാം ആ നിലയിൽ. അപ്പം ജനങ്ങളെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അവിടുത്തെ പ്രാദേശിക ലീഡർഷിപ്പിൻ്റെ റോള് പ്രധാനമാണ് ഇതിൽ. ചിലയിടത്ത് നിർഭാഗ്യകരമായ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഗാലറിക്ക് വേണ്ടി കളിക്കും, താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് നിൽക്കും. നാട്ടുകാരെ സ്വാഭാവികമായിട്ട് എതിർക്കുമല്ലോ. അതിലിപ്പോൾ പെട്ടെന്ന് ആളുകൾ എതിർക്കുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരത്ര ഇൻഫോംഡ് അല്ല ഈ കാര്യത്തെക്കുറിച്ച്. അവരുടെ മുമ്പിലുള്ള പഴയ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഇനി സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടും പിന്നെ ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ആളുകളുണ്ട്. സ്വാഭാവികമായ എതിർപ്പ് വരും. ആ എതിർപ്പിനെ നേരിട്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയും ഒപ്പം നിർത്തി വിജയകരമായിട്ടുള്ള മാതൃകകൾ സൃഷ്ടിച്ച സ്ഥലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഗുരുവായൂരാണെങ്കിലും ചേർത്തലയാണെങ്കിലും ഒക്കെ. ഇപ്പോഴത്തെ അവസ്ഥ അവിടെ ചില ജനപ്രതിനിധികൾ സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് വെച്ചാൽ എളുപ്പം എതിർപ്പിൻ്റെ കൂടെ കൂടുന്നതാണ്. അപ്പോൾ വെറുതെ ആളുകളെ ഉറപ്പിക്കേണ്ട, വോട്ട് നഷ്ടപ്പെടുത്തേണ്ട, എതിർപ്പിൻ്റെ കൂടെ കൂടുക, അതാണ് എളുപ്പം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ അല്ലാത്തടത്തെല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന മോഡലുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്നാണ് ഇപ്പം. ധാരാളമുണ്ട്. പൂർണ്ണമായൊന്നും അവകാശപ്പെടില്ല. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ഇനിയും ധാരാളം ദൂരം സഞ്ചരിക്കാനുണ്ട്. പക്ഷേ പഴയ സ്ഥിതിയല്ല. ഇപ്പോൾ തൃശ്ശൂർ നഗരമധ്യത്തിൽ നിങ്ങൾക്ക് മറ്റേ ജില്ലാ ആശുപത്രിയിൽ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്, നഗരമധ്യത്തിലുണ്ട്. തൃശ്ശൂരിൽ തന്നെ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം മാതൃകകളുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ചില സ്ഥലങ്ങൾ പറഞ്ഞതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇന്ത്യയിൽ ഇപ്പം ഞാൻ അടിസ്ഥാനപരമായിട്ട് താമസിക്കുന്നത് ചെന്നൈയാണ്. ചെന്നൈ ഒരു പഴയ നഗരമാണ്. അതിൻ്റെ ലെഗസി പ്രശ്നങ്ങൾ മുഴുവൻ ആ നഗരത്തിലുണ്ട്. ദേ ആർ ഫൈറ്റിംഗ്. അവർക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഒരു 4 വർഷത്തിനുള്ളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കേരളത്തിലുണ്ടോ എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മൾ ഈ ഒരു 360 ഡിഗ്രിയിലും എല്ലാത്തരം മാലിന്യങ്ങളും സംസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്കും ഒരു കാരണവശാലും നമ്മളുടെ ജലാശയങ്ങളിലേക്കോ വാട്ടർ ബോഡികളിലേക്കോ നമ്മുടെ ഒരു തരത്തിലുള്ള പാഴ്വസ്തുക്കളും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാരിന് പറ്റും. അതിനുള്ള പ്ലാനുകൾ ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ ഊന്നൽ ഈ ഖരമാലിന്യ സംസ്കരണത്തിലാണ്.
പലതരത്തിലുള്ള മാലിന്യമുണ്ടല്ലോ, ജൈവ മാലിന്യം, അജൈവ മാലിന്യം. അജൈവ മാലിന്യത്തിൽ തന്നെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ, സാനിറ്ററി മാലിന്യമുണ്ട്, ഹസാഡസ് ഉണ്ട്, ഇങ്ങനെയുള്ള. അപ്പോൾ അതിലാണ് ഇപ്പോഴത്തെ ഊന്നൽ. അതിലിപ്പോൾ നമുക്ക് ഹരിതകർമ്മസേനയുണ്ട്. ഫലപ്രദമായ എക്കണോമിക് സർവേയിൽ പരാമർശിച്ചല്ലോ ഹരിതകർമ്മസേനയെക്കുറിച്ച്. അപ്പോൾ 67,000 അംഗങ്ങളുണ്ടല്ലേ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ? 67,000 മനുഷ്യർ, 36,000 സ്ത്രീകളാണ്, 36,000 പേരുണ്ട്. വലിയൊരു റെസിസ്റ്റൻസ് ആയിരുന്നു എന്ന് ഓർക്കണം. ഹരിതകർമ്മസേനയെ പിടിച്ചുപറിക്കാനായിട്ടാണ്. അത് എനിക്കും പറയാനുണ്ട്. അതായത് 50 രൂപ 100 രൂപ അത് കൊടുക്കുക എന്ന് പറഞ്ഞതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജനദ്രോഹ പ്രവർത്തനം എന്നുള്ള മട്ടിൽ ധാരാളം കമന്റുകൾ യൂട്യൂബ് വീഡിയോകളൊക്കെ ധാരാളം വന്നിട്ടുണ്ടല്ലോ. അവരെ ചീത്ത പറയുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ശക്തമായിട്ട് അവർക്കൊപ്പം നിന്നു, നിയമ ഭേദഗതി കൊണ്ടുവന്നു. നിയമ ഭേദഗതി എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് യൂസർ ഫീ കൊടുത്തില്ലെങ്കിൽ ആ യൂസർ ഫീ ഫൈനോടുകൂടി പ്രോപ്പർട്ടി ടാക്സിൻ്റെ കൂടെ പിരിക്കാൻ നിയമം വഴി എംപവർ ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളെ. 1. 2, യൂസർ ഫീ കൊടുക്കാത്തവർക്ക് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു സേവനവും കൊടുക്കില്ല എന്ന് ഗവൺമെൻറ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തു. നിയമസഭയിൽ പ്രതിപക്ഷം എതിർക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ അത് കുറച്ച് ഡ്രാക്കോണിയൻ അല്ലേ എന്ന് തോന്നാം. പക്ഷേ ഇങ്ങനെ റെസിസ്റ്റൻസ് വന്നാൽ പിന്നെ അതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പൗരബോധം അത്രത്തോളം ആയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നത്. ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ബ്രഹ്മപുരത്തിന് മുമ്പ് ഡോർ ടു ഡോർ കളക്ഷൻ 47% ഇന്നത് 90%. ആ പുരോഗതി വളരെ വ്യക്തമാണ്. ബ്രഹ്മപുരത്തിന് മുമ്പ് യൂസർ ഫീ കളക്ഷൻ വെറും 37%, ഇപ്പോൾ 72%. ബാക്കി ഇവർക്ക് പിരിക്കുകയും ചെയ്യാം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിരിച്ചെടുക്കുക. അല്ലാതെ തന്നെ സ്വാഭാവികമായി കിട്ടുന്നതാണ് 72% എന്ന് പറഞ്ഞാൽ. മറ്റേ പ്രോപ്പർട്ടി ടാക്സോട് ചേർന്നിട്ട് ഫൈനോടുകൂടി പിരിക്കാവുന്നത് വേറെ. മാത്രമല്ല, നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു സംവിധാനം എങ്ങനെയെന്ന് വെച്ചാൽ, അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേന വീട്ടിൽ നിന്ന് ശേഖരിക്കുന്നു. എന്നിട്ട് മിനി MCF, ഒരു വാർഡിൽ മിനി MCF ഒന്നായിരുന്നു ആദ്യം. ഇപ്പോൾ നമ്മൾ 2 വേണമെന്ന് കണ്ടിട്ടുണ്ട്. കാരണം കളക്ഷൻ കൂടിയപ്പോൾ വാർഡിൽ തൽക്കാലം സംഭരിക്കുന്നു. അവിടെ നിന്ന് MCF, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിലേക്ക് മാറ്റുന്നു. അതൊരു തദ്ദേശ സ്ഥാപനത്തിൽ ഒന്നാണ്. ചിലർ 2 കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് പ്രൈമറി സെഗ്രിഗേഷൻ നടത്തുന്നു. അത് കഴിഞ്ഞാൽ RRFലേക്ക് കൊണ്ടുവന്നു. ബ്ലോക്ക് തലത്തിലാണ്. RRFൽ സെക്കൻഡറി സെഗ്രിഗേഷൻ നടത്തുന്നു. റീസൈക്കിൾ ചെയ്യാവുന്നത് അതിന് അയക്കുന്നു. നോൺ റീസൈക്കിളബിൾ ആയിട്ടുള്ള, പുനഃചംക്രമണം നടത്താൻ പറ്റാത്തത വേസ്റ്റ് സിമെൻറ്റ് ഫാക്ടറികളിലേക്ക് അയക്കുന്നു. അത് തമിഴ്നാട്ടിലേക്കും മറ്റുമൊക്കെയാണ് സിമെൻറ്റ് ഫാക്ടറികൾ. നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട് ഒരു പ്രശ്നം വരാം, അധികകാലം ഇത് അങ്ങനെ അയക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ജില്ലയിലും ഒരു RDF പ്ലാന്റ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെ RDF ആക്കി മാറ്റാൻ, ഫ്യൂവലാക്കി മാറ്റാനുള്ള പ്ലാന്റുകൾ, അത് അധികം വൈകാതെ തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങൾ ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചു. മിനി MCF നമുക്ക് ബ്രഹ്മപുരത്തിന് മുമ്പ് 7,000 ചില്ലാനുണ്ടായിരുന്നത്, ഇപ്പോൾ 20,000, 19,000 ചില്ലുവാനായി. പിന്നെ MCFൻ്റെ എണ്ണം എല്ലാ തദ്ദേശ സ്ഥാപനം 3-4 ഒഴികെ ബാക്കി എല്ലായിടത്തും കേരളത്തിൽ വന്നു കഴിഞ്ഞു. RRFൻ്റെ എണ്ണം ഇരട്ടിയിലധികമായി. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്കുണ്ടാക്കാൻ പറ്റി, സിസ്റ്റം. പക്ഷേ പിന്നെ അതിന് പുറമെ സ്പെഷ്യൽ വേസ്റ്റ് നമ്മളിപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു. ഇപ്പോൾ ഹെയർ വേസ്റ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡെമോളിഷൻ വേസ്റ്റ്, വേസ്റ്റ്, ഇങ്ങനെ അത് കുറച്ചുകൂടി സമയം എടുക്കും നമുക്ക് ആ സംവിധാനം. പക്ഷേ നമ്മളതിൻ്റെ നടപടികൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നൊരു പ്രശ്നം സാനിറ്ററി വേസ്റ്റാണ്. സാനിറ്ററി വേസ്റ്റിനും ഇപ്പോൾ പദ്ധതികൾ വെക്കാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച്, കാരണം എല്ലാ തദ്ദേശ സ്ഥാപനത്തിലും ഒരു പ്ലാന്റിൻ്റെ ആവശ്യമില്ല, ഒരു ക്ലസ്റ്റർ രൂപീകരിച്ച് നമുക്ക് പ്ലാന്റുകൾ വേണം എന്ന് ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പ്രോജക്റ്റ് വെച്ചു. അപ്പോൾ അടുത്ത ഒരു സാമ്പത്തിക വർഷത്തോടു കൂടി നമുക്ക് ആ പ്ലാന്റുകൾ ധാരാളമായിട്ട് ആവശ്യത്തിന് കൊണ്ടുവരാൻ കഴിയും. നമ്മളിപ്പോൾ ഗ്യാപ്പ് അസസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ്. ചിലയിടത്ത് പ്രൈവറ്റ് ഏജൻസികളും ഉണ്ട്. പ്രൈവറ്റ് ഏജൻസികളാകുമ്പോൾ നമുക്ക് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും അവർ വാങ്ങുന്നത്. മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ ക്ലസ്റ്റർ രൂപീകരിച്ച് പ്ലാന്റുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇളവള്ളിയുടെ ഒരു നല്ല മാതൃകയുണ്ട്. ഇൻഡിജിനസ് ആയിട്ടുള്ള ടെക്നോളജി അവർ വികസിപ്പിച്ചെടുത്ത് ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ അവർ സ്ഥാപിച്ചു, തൃശ്ശൂർ ജില്ലയിലെ ഇളവള്ളി പഞ്ചായത്ത്. അപ്പോൾ അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ പലരും ഉത്സാഹിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. ഇനി നമ്മുടെ വെല്ലുവിളി ഇനി അവശേഷിക്കുന്നൊരു പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് ദ്രവമാലിന്യവും ശുചിമുറി മാലിന്യവും സംസ്കരിക്കുകയാണ്. കുറച്ചുകൂടി സമയമെടുക്കും. ഇപ്പോൾ വാളയാർ ഇരട്ട മരണം, ആത്മഹത്യ എന്നുള്ളതാണ് CBIയുടെ റിപ്പോർട്ട് ഇപ്പോഴും പറയുന്നത്. ഇത് ഈ കേസ് വിട്ടുപോയത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തൊരു പത്രപ്രവർത്തകനാണ്. അന്ന് നമുക്കൊക്കെ അറിയാവുന്ന കുറച്ച് തോന്നലുകളുണ്ടായിരുന്നു. നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വളരെ
അതിൻ്റെ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്നാൽ നമുക്ക് ഉറക്കെ പറയാൻ ഒരു അന്വേഷണ ഏജൻസിക്ക് മാത്രം പറയാവുന്ന ചില കാര്യങ്ങളില്ല, വസ്തുതകളുടെ കൂടെ അടിസ്ഥാനത്തിൽ. പക്ഷേ അതിൽ വിചിത്രമായിട്ടുള്ളൊരു കാര്യം, താങ്കൾ അതിൻ്റെ ഒരു ഇരയായിരുന്നു എന്നുള്ളതാണ്. താങ്കൾക്കും ബന്ധുവിനുമെതിരെയുള്ള വലിയ ആരോപണങ്ങൾ, ഇതിൽ ഈ ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴാണ് CBIയുടെ ഒരു റിപ്പോർട്ട് അതിൻ്റെ അകത്ത് അതിനുശേഷം രണ്ടുപേരെയും 2 കേസിലും പ്രതികളെ വെറുതെ വിട്ടതിന് ശേഷം പിന്നെ അതൊരു നാട്ടിലൊരു വലിയ പ്രശ്നമാകുന്നു. ഹൈക്കോടതി അത് രണ്ടാമത് അന്വേഷണത്തിൽ ഉത്തരവിടുന്നു. രണ്ടാമത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് അതൊന്ന് കറങ്ങി തിരിഞ്ഞ് വന്നു കഴിയുമ്പം തൃത്താലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ആ സമയത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? 2017 ഈ സംഭവം ഉണ്ടാകുന്നത്. 18 കഴിഞ്ഞു, 19 ഞാൻ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി. അന്നൊന്നും ഇങ്ങനൊരു ആക്ഷേപമില്ല. അത് കഴിഞ്ഞ് 21 അസംബ്ലി തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ആദ്യം ഈ ആരോപണം ഉന്നയിക്കുന്നത് അന്നത്തെ BJP ജില്ലാ പ്രസിഡൻറ്റും ഇന്നത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായിട്ടുള്ള ഈ കൃഷ്ണദാസാണ്. എനിക്കും എൻ്റെ ഭാര്യ സഹോദരനായ ഇപ്പോൾ അവിടുത്തെ CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള നിതിൻ ഗണിച്ചേരി, അന്നയാൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ഈ ആരോപണം ഉന്നയിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പിന്നെ ആദ്യം ഒരാരോപണം എന്ന നിലയിൽ ഞാനത് അവഗണിച്ചു. അത് അയാളങ്ങനെ പറഞ്ഞു വിട്ടു. എന്തും പറയാമല്ലോ, BJPക്കാരൊക്കെ എന്തും പറയുന്നവരാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം ഒരു ഗൾഫിൽ നിന്നൊരു പ്രേക്ഷകൻ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രെയിനിലാണ്. എന്നിട്ട് ഞാൻ ആളുടെ പേര് പറയണ്ടല്ലോ, ഒരു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ അരുമയായിട്ടുള്ള ഒരാളുണ്ടല്ലോ, എല്ലാ ദിവസവും ടെലിവിഷൻ ചാനലിൽ ചെന്നിരുന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരെയും, പ്രത്യേകിച്ച് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അയാളിതാ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്ന് ഒരു പരിചയവുമില്ലാത്തൊരു പ്രേക്ഷകൻ എന്നെ വിളിച്ച് പറയാണ്. ഞാൻ ട്രെയിനിലാണ്. ട്രെയിനിലിരുന്ന് നേരെ ഞാൻ ആ ചാനലിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു, എനിക്ക് പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അസംബന്ധം പറയരുത്, കേസ് ഞാൻ കൊടുക്കും, നിയമ നടപടി നേരിടേണ്ടി വരും. അപ്പോൾ വെല്ലുവിളിച്ചു. ഞാനിതൊക്കെ കുറേ കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്, എന്നാൽ പിന്നെ കേസ് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കേസ് കൊടുത്തു. കാരണം അതിനുശേഷം അയാളത് ടെലിവിഷൻ ചാനലിൽ വന്ന് പറഞ്ഞ ശേഷം സാധാരണഗതിയിൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സൈബർ ആക്രമണം വന്നു. എന്നെ ജീവിതത്തിൽ ഏറ്റവും വ്യക്തിപരമായി മുറിവേൽപ്പിച്ചിട്ടുള്ളൊരു സംഭവം അതാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനപ്രതിനിധിയോ CPM നേതാവോ മാത്രമല്ല, 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. ഈ 2 കുട്ടികളുടെ മരണം ഉണ്ടായപ്പോഴും ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ടാമത്തെ കുട്ടിയുടെ മരണം വല്ലാതെ ഉലച്ചതാണ്. കാരണം ഏതാണ്ട് ആ പ്രായമൊക്കെ ഉള്ള കുട്ടികളാണ് എനിക്കുള്ളത്. ആ മാനസികാവസ്ഥയിൽ അതിനെ കണ്ട ഒരാളാണ്. എന്നിട്ടാണ് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തു. കേസ് ഇപ്പോഴും നടക്കുകയാണ്. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരാൾക്കെതിരെയും പലരും പലതുമൊക്കെ പറയുമല്ലോ രാഷ്ട്രീയത്തിൽ, കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പലരുടെയും അതിന് കേസ് കൊടുക്കണം എന്നാണല്ലോ പറയുക. നമുക്ക് എല്ലാ ദിവസവും കേസിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് ഞാൻ എന്ത് ബുദ്ധിമുട്ടോ തിരക്കോ ഉണ്ടെങ്കിലും ഇത് കേസ് കൊടുക്കാൻ പോയാലേ അതിൻ്റെ വിവരം അറിയാമല്ലോ. എത്ര ദിവസം പോയി നിന്നിട്ടുണ്ടെന്ന്, ഇത് പരാതിക്കാരൻ അന്യായക്കാരനായ എനിക്ക് എത്ര ദിവസം പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. ഇത് മാത്രമല്ലല്ലോ ജോലി. പക്ഷേ ഇതിൽ ഞാൻ അതിനുള്ള സമയം കണ്ടെത്തി, കൊടുത്തു, കോടതിയിൽ മൊഴി കൊടുക്കാൻ പോയിരുന്നു, എല്ലാം ചെയ്തു. കേസ് നടക്കുന്നു. അതിനുശേഷം BJP, കോൺഗ്രസ്, അതുപോലെ ലീഗ് ഹാൻഡിലുകൾ ക്രൂരമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രചരണമാണ് നടത്തിയത്. 2021 തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് തൃത്താലയിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആൾ തന്നെ ഈ പ്രചരണം നടത്തി. ഞാനിന്ന് ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ വെളുക്കച്ചിരിച്ച പടം, അതിലെഴുതിയിരിക്കുകയാണ്, വാളയാറിൽ പ്രതികൾക്കൊപ്പം നിന്നവനെയല്ല, നീതിക്ക് വേണ്ടി പൊരുതിയവനെയാണ് തൃത്താലയ്ക്ക് ആവശ്യം. മനസ്സിലായില്ലേ? ആ വാളയാർ അമ്മയെ തൃത്താലയിൽ കൊണ്ടുവന്ന് എല്ലായിടത്തും പ്രസംഗിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് മത്സരിക്കുകയാണ്. ധർമ്മടം കഴിഞ്ഞാൽ പിന്നുണ്ടായത് തൃത്താലയിലാണ്. 100 കണക്കിന് യോഗങ്ങളിൽ അവർ പ്രസംഗിക്കുന്ന വീഡിയോയും ഇപ്പോൾ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. MB രാജേഷാണ് പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷിച്ചത്, അതെനിക്കറിയാം പറയാണ്. അത് ഇവർ വലിയ അമ്മയായിട്ട് കൊണ്ട് നടന്നതാണ് ഈ UDF ഒക്കെ. ഒരു കാര്യം ഞാൻ പറയാതെ പറ്റില്ല,
ഒരു മുഖ്യധാരാ മാധ്യമവും എനിക്കെതിരായിട്ട് ഈ ഉന്നയിച്ച ആരോപണം കൊടുത്തിട്ടില്ല. ഒരു മുഖ്യധാരാ മാധ്യമവും കൊടുത്തിട്ടില്ല. പക്ഷേ ആ മാന്യത ഇടതുപക്ഷത്തിനോടോ മുഖ്യമന്ത്രിയോടോ കാണിച്ചില്ല. മാസങ്ങൾ നീണ്ട ചർച്ച, മാസങ്ങൾ ഒന്നാം പേജിൽ വാർത്ത, മുഖപ്രസംഗങ്ങൾ, കഥകൾ എല്ലാം ഉണ്ടായി. ആ ചർച്ചയിലിരുന്ന് അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു ഈ പറയുന്ന സ്ഥിരം കഥാപാത്രങ്ങൾ. അപ്പം അത്ര വലിയ ആക്രമണം നടന്നൊന്നാണ്. ഇപ്പം അവസാനം CBI അന്വേഷിച്ചു. CBI അന്വേഷിക്കണം എന്നാരാ പറഞ്ഞത്? ഹൈക്കോടതിയിൽ പോയത് ഇവർ തന്നെ ആവശ്യപ്പെട്ടതാണ്. സർക്കാർ പറഞ്ഞൊരു വിരോധമില്ല, CBI അന്വേഷിച്ചോട്ടെ. CBI ആദ്യം അന്വേഷിച്ചു, അത് പോരെന്ന് പറഞ്ഞു വീണ്ടും അന്വേഷിച്ചു. CBI ഇപ്പോൾ കുറ്റപത്രം കൊടുത്തതായിട്ട് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. മാധ്യമങ്ങളിലൂടെ അറിയാൻ എല്ലാ മാധ്യമവും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാനൊരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് മാത്രമാണത് അറിഞ്ഞത്. കേരളത്തിലെ മലയാള മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലുകളും ഇത്രയും സ്തോഭജനകമായൊരു വാർത്ത വന്നിട്ട് എന്താണ് പൊടുന്നനെ നിശബ്ദരായി പോയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ ഇംഗ്ലീഷ് മാധ്യമം 2 ദിവസമായിട്ട് വാർത്ത കൊടുത്തു. ഇന്നത്തെ വാർത്തയിലും കണ്ടു. അതിൽ വാർത്ത ഇതാണ്: പ്രതികൾക്ക് ലൈംഗിക ചൂഷണം നടത്താൻ സൗകര്യമൊരുക്കി കൊടുത്തു, സഹായിച്ചു കൊടുത്തു അച്ഛനമ്മമാർ എന്നാണ്. അവരുടെ കൺമുന്നിലിട്ട് കുട്ടികളെ ദ്രോഹിച്ചു. പിന്നെ ഈ പ്രതികളുടെ അതേ കുറ്റം ഇവരും നേരിടേണ്ടി വരും, അതേ കുറ്റത്തിന് വിചാരണ നേരിടേണ്ടി വരും എന്നെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ CBIയുടെ കുറ്റപത്രമാണ്. ഞാൻ വിധിക്കാനൊന്നും ആളല്ല, അതൊക്കെ കോടതി വിധിക്കട്ടെ. പക്ഷേ ഇതാണ് CBI നടത്തിയ കണ്ടെത്തൽ. ഇത് കേരള പോലീസാണ് നടത്തിയിരുന്നെങ്കിലോ? ചർച്ച അപ്പം തുടങ്ങുമായിരുന്നില്ലേ? ഇപ്പം എന്താണ് കണ്ട ഭാവം നടിക്കാതിരിക്കുന്നത്? CBIക്കെതിരെ ചർച്ച ചെയ്യാൻ കുറച്ച് പ്രയാസം കാണും. മാത്രമല്ല CBIക്കെതിരെ ചർച്ച ചെയ്തുകൊണ്ട് രാഷ്ട്രീയ ഉദ്ദേശം നടക്കില്ലല്ലോ. കേരള പോലീസാണ് ഇങ്ങനൊരു കണ്ടെത്തൽ നടത്തിയിരുന്നെന്ന് കരുതുക, എന്താകുമായിരുന്നു? അപ്പോൾ എങ്ങനെയെല്ലാമാണ് ഈ കഥകൾ സൃഷ്ടിക്കുന്നത്, നുണകളെ ആവർത്തിച്ച് ഒരു പൊതുബോധമാക്കി മാറ്റുന്നത് എന്നതിൻ്റെ ഒരു ഒന്നാം തരം ഉദാഹരണമാണ് ഈ വാളയാറമ്മ. ഈ സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാർ ഒന്നും രണ്ടും LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ഒരു സക്സസ് എന്നുള്ളത് ലൈഫ് മിഷൻ പ്രോജക്റ്റുകളായിരിക്കും. ഇപ്പോൾ ഏകദേശം നിങ്ങൾ 4.5 ലക്ഷത്തോളം വീടുകൾ പണിതു. എനിക്ക് തോന്നുന്നു ഇത് തീരുമ്പോഴത്തേക്ക് 2 ടൈം തീരുമ്പോഴത്തേക്ക് ഏകദേശം 6ഓളം എത്തിയിട്ടുണ്ടാവും. രാഷ്ട്രീയ ചോദ്യമാണത്. അതിൻ്റെ അകത്തുനിന്നൊരു അത് സാധാരണ ഒരു മലയാളിയുടെ ഏറ്റവും വലിയ ഡ്രീമാണ് ഒരു വീട് വയ്ക്കുക എന്നുള്ളത്. ഇത് പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്നതിൽ LDF പരാജയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ 6 ലക്ഷം വീട് എന്ന് പറയുന്നത്, 4 ലക്ഷം വീട് ഇപ്പം എനിക്കൊന്ന് ഈ ബഡ്ജറ്റിൽ വലിയ പണം അതിനുവേണ്ടി 1100 കോടി രൂപ മറ്റേ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരിടത്തും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ 3 കോടി 4 കോടി വീടുകളുണ്ടെന്ന് പറയാറുണ്ട്. കേരളത്തിൽ അങ്ങനെ LDF സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതും അത് ഒരു സർക്കാരിന് മാത്രമായിട്ട് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ വലിച്ച വലിയ ഒരു മുന്നോട്ട് പോക്കായിരുന്നു. പക്ഷെ ഞാനത് അതിനെ ഒരിടത്തും കാണാറില്ല. വീടുകളുടെ പുറത്ത് നിങ്ങൾ ലൈഫ് എന്ന് എഴുതി വെക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹം പോലും അതിന് ഡിസ്കൗണ്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പൊളിറ്റിക്കലി അത് ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്നൊരു ചോദ്യം എനിക്കുണ്ട്. യഥാർത്ഥത്തിൽ കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടം അത്ഭുതകരമായിട്ടുള്ള ഒന്നാണ്. സോഷ്യലിസ്റ്റ് രാജ്യത്ത് ഒരു ഗവൺമെൻറ് അല്ല നമ്മുടേത്. കേന്ദ്രത്തിൻ്റെ എല്ലാ ഞെരുക്കലും നേരിടുന്ന, വായ്പാ പരിധി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കുള്ള ടാക്സ് ഡെവല്യൂഷൻ നേർപകുതിയായിട്ട് 10ാം ധനകാര്യ കമ്മീഷനിൽ വരുമ്പോൾ നേർപകുതിയായിട്ട് കുറച്ച ഈ വളരെ ശത്രുതാപരമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെറുമൊരു സംസ്ഥാന സർക്കാരാണ്. പരിമിതമായ അധികാരങ്ങളും വിഭവങ്ങളും മാത്രമുള്ള സംസ്ഥാന സർക്കാർ. ആ സംസ്ഥാന സർക്കാരാണ് ഇന്ത്യയിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു സംസ്ഥാനത്തിനും ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ പെട്ടൊടുവിലെ കണക്ക് 4,24,800 വീട് പൂർത്തിയാക്കി 4,24,800 കുടുംബങ്ങൾ ഈ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ ജീവിക്കുകയാണ്. 1,14,000-ഓളം വീടുകൾ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന വർഷം ഇപ്പോൾ ഈ ബജറ്റിൽ ഏറ്റവും വലിയ ഹൈക്കാണ്, ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹൈക്കാണ് ലൈഫ് തുടങ്ങിയ ശേഷം ഉണ്ടായത്. 1,260 കോടിയാണ്. 1,00,000 വീടുകൾ മിനിമം നമുക്ക് ഈ വർഷം ഉണ്ടാക്കാം, നടപ്പ് വർഷം 25-26 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 6.5 ലക്ഷം വീട് വരും.
6.5 ലക്ഷം വീട് വരും. 6.5 ലക്ഷം വീട്, അതും നമ്മളിപ്പോൾ 72,000 കൊടുത്തിട്ടാണെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടി വീടായേനെ. കണക്കൊപ്പിക്കാനാണെങ്കിൽ കേന്ദ്രം കൊടുക്കുന്നത് 72,000. PMAY ഗ്രാമീൺ 72,000 അതാണ് കൊടുത്തെങ്കിൽ കേരളത്തിൽ എത്ര വീട് വെച്ചു എന്ന് പറയാമായിരുന്നു. 72,000 വെച്ചിട്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് ഞങ്ങൾ എത്ര വീട് കൊടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ 4 ലക്ഷം കൊടുക്കുമ്പോൾ 72,000 കൊടുക്കുന്നതെങ്കിൽ എത്ര ഇരട്ടിയായി? 4-5 ഇരട്ടി വീടായി. നോക്കൂ, ഈ ഗവൺമെൻറ് ഇതിനു വേണ്ടി ചെലവഴിച്ചത് 18,000 കോടിയാണ്. 18,000 കോടി രൂപയാണ്. അതിൽ കേന്ദ്രവിഹിതം വെറും 2,081 കോടിയാണ്, 14%. ബാക്കി മുഴുവൻ സംസ്ഥാനത്തിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിഹിതമാണ്. 5,000 കോടിയോളം സംസ്ഥാനം വായ്പ എടുത്തു, 5,000 കോടിയോളം തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം, ബാക്കി ഏതാണ്ട് അത്രയും ബജറ്റിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. ഈ നിലയിൽ കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തിന് സങ്കല്പിക്കാൻ കഴിയാത്ത, ഇവർ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ കടമൊക്കെ എന്തിനെടുത്തു എന്നുള്ളത്. കടമെടുത്തത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കടമെടുത്തത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ്, വലിയ പ്രാധാന്യം കിട്ടേണ്ട ഒരു വാർത്തയാണ്. അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം മെയ്യിൽ 20,000 വീടുകളുടെ കേരളത്തിൽ താക്കോൽദാനം ഒരു ദിവസം നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി കൊല്ലത്ത് നിർവഹിക്കുകയാണ്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യുമല്ലോ. പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രി മാത്രം വിളിച്ചാൽ മതിയായിരുന്നില്ല, അന്ന് അരിക്കൊമ്പൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക, അരിക്കൊമ്പനെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വാർത്ത വന്നേനെ എന്ന് പറഞ്ഞു. അത് ഫേസ്ബുക്കിൽ വിമർശനമായിട്ടിട്ടു. ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തു, ഇത്രയും വീട് വെച്ച് കൊടുത്തിട്ടൊരു വാർത്ത, അത് മുഖ്യമന്ത്രി വന്ന പരിപാടി ഒരു വാർത്തയാവുന്നില്ലേ? അപ്പോൾ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ സാധാരണ പരിപാടി കഴിഞ്ഞാൽ അടുത്ത ദിവസം വാർത്ത വരും. വിമർശനം വന്നപ്പോൾ അടുത്ത ദിവസം ചില പത്രങ്ങൾക്ക് ഉൾപേജിൽ ഒരു ചെറിയ വാർത്ത മുഖ്യമന്ത്രി പാല് കാച്ചുന്നതിന് കൊടുത്തു. ഇതാണൊരു അനുഭവം, ഇതാണൊരു സമീപനം. സർക്കാരോ LDF പക്ഷെ അത് അതിൻ്റെ ആവശ്യത്തിൽ പ്രൊജക്റ്റ് ഞങ്ങളെ കൊണ്ടൊക്കെ പറ്റുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിലെനിക്ക് ബാക്കിയൊരു ചോദ്യം, അതിനു മുമ്പേ ഇപ്പം നമ്മൾ 4 ലക്ഷം രൂപ വെച്ചാണ് ഒരു വീടിനെ ചിലവാക്കുന്നത്. അത് സസ്റ്റൈനബിൾ ആണോ? ആ പണം കൊണ്ട് ഇപ്പോൾ നമുക്ക് വീട് പണിയാൻ പറ്റുന്നുണ്ടോ? അത് കൂട്ടേണ്ടി വരില്ലേ? ഇതിപ്പോൾ 10 വർഷം മുമ്പാണ്, 9 വർഷം മുമ്പാണ് 4 വർഷം നിശ്ചയിക്കുന്നത്. എനിക്കൊന്ന് അതിനുശേഷം ഭവന നിർമ്മാണ സാമഗ്രികളുടെ വില 100% വർദ്ധിച്ചിട്ടുണ്ടാവും. സിമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ കൂട്ടുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മൾ 4 ലക്ഷം കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 72,000 കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും കേരളം കൊടുക്കുന്നതിൻ്റെ പകുതി പോലും കൊടുക്കുന്നില്ല. കേന്ദ്രത്തിൻ്റെ കണക്കിങ്ങനെ അറിയാമോ? 72,000 കേന്ദ്രം കൊടുക്കും, സംസ്ഥാനം 48,000 കൊടുക്കണം, ബാക്കി 15,000 തൊഴിലുറപ്പിൽ നിന്ന്. ഇപ്പം എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്. കേരളത്തിൽ നിന്നുള്ളൊരു ഉദ്യോഗസ്ഥ ഉത്തരേന്ത്യയിലൊരു സംസ്ഥാനത്ത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അവിടെ നിന്നുള്ള വീട് കണ്ടപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചെന്താണ്, സാർ നമ്മുടെ വീടും അവരുടെ വീടും തമ്മിലുള്ള വ്യത്യാസം നോക്കുന്നു. അതിനാണ് എൻ്റെയും ഭയം. അതായത് ഇതേ പ്രശ്നം കേരളത്തിൽ ഇതിനു മുമ്പും പലതരം ഭവന പദ്ധതികളുണ്ടായിരുന്നു. ഈ പദ്ധതികളുടെ ഒക്കെ പ്രശ്നം അതിന് വേണ്ടി അലോട്ട് ചെയ്യുന്ന പണം ഇന്നാഡിക്വേറ്റ് ആയിരുന്നുള്ളതാണ്. ആ പണം കൊണ്ട് വീട് പണിയാൻ പറ്റത്തില്ല. അപ്പം 4 തൂണും ഒരു മേൽക്കൂരയും പിന്നെ സൈഡിൽ തൊടി വലിച്ചു കെട്ടിയിട്ടുള്ള വീടുകളായിരുന്നു. 4 ലക്ഷം കൊടുത്ത് മിക്കവാറും എനിക്ക് തോന്നുന്നു അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ നേരത്തെ ഇങ്ങനെ പകുതിക്ക് വെച്ച് പോയ വീടുകൾ തീർക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 1 ലക്ഷത്തോളം വീടുകൾ അങ്ങനെ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ആ ഒരവസ്ഥ ലൈഫിനും വരില്ല. നിങ്ങൾ കൊടുക്കുന്ന 4 ലക്ഷം രൂപ കൊണ്ട് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് നമുക്ക് ഈ പൈസ കൊടുക്കുന്നത് ഓരോ ഘട്ടം പൂർത്തിയാക്കുമ്പോഴാണല്ലോ, അത് പൂർത്തിയാക്കുന്നു നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ ഗുണഭോക്താവും അവരുടേതായിട്ടുള്ള ചെറിയ സംഭാവന കൂടി അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സർക്കാർ ഒരു വലിയ സഹായം, ഗണ്യമായ സഹായം കൊടുക്കുന്നു, ഒരു ചെറിയ പങ്ക് അവരും വഹിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ചിലർ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതുവരെ ഇപ്പം നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. ഇപ്പം 4,24,800 വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലേ? സർക്കാർ കൊടുത്ത പൈസക്കനുസരിച്ച് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പബ്ലിസിറ്റി തരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം വളരെ സ്വയമായിട്ടുള്ള രാജേഷിനെ ഇപ്പോൾ സാധാരണഗതിയിൽ കാണാറായില്ല. കാണുന്നത് സാധാരണഗതിയിൽ പത്രക്കാരോട് മല്ല് പിടിക്കുന്ന, അഗ്രസീവായിട്ട് സംസാരിക്കുന്ന MP രാജേഷിനാണ് സാധാരണ കാണുന്നത്. ഞാനിത് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും നിങ്ങൾ TV യിലുണ്ടെങ്കിൽ
എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മാതിരിയുടെ ഒരു സംയമനമുള്ള ഒരു ഇല്ല, സംയമനത്തിനൊരു കുറവുമില്ല. നോക്ക്, സത്യം പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴല്ലേ. സ്വാഭാവികം, മന്ത്രിയായിരിക്കുന്നു എന്നതുകൊണ്ട്. എന്നിട്ടും എൻ്റെ സംയമനത്തിന് കുറവ് വന്നിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ മുമ്പ് പറഞ്ഞതിനേക്കാൾ ഷാർപ്പായിട്ട് പറയേണ്ടി വരുന്നു. അതിൻ്റെ കാരണം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുതയുമില്ലാത്ത തരത്തിലുള്ള ആക്രമണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിനെ പിന്നെ ചിലപ്പോൾ സംയമനത്തോടെ മാത്രം നേരിടാൻ പറ്റില്ല. അപ്പോൾ പഴയ സംയമനത്തോടെ, അതാ ഞാൻ പറഞ്ഞത്, പഴയ സംയമനത്തോടെ ഈ പലതും അറിയാതെ ചെയ്യുന്നതോ അറിയാതെ പറയുന്നതോ അല്ലല്ലോ. ആസൂത്രിതമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകം ചെയ്തെടുക്കുന്ന നുണകളാണ്. അത് വരുമ്പോൾ അത് ഇങ്ങനെയാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും. ഇപ്പോൾ എനിക്കറിയാം, പല മാധ്യമപ്രതിനിധികളും അടക്കം പറയാറുണ്ട് അത്രേ പത്രസമ്മേളനത്തിന് ഞാൻ വരുമ്പോൾ, ഇനിയിപ്പോൾ ഇയാളുടെ മാധ്യമ ക്ലാസ് കൂടി കേൾക്കണമല്ലോ എന്ന്. അത് ഓരോ തവണയും മാധ്യമങ്ങളെ വിമർശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരത്രയും അന്യായം ഞങ്ങളോട് ചെയ്യുന്നതുകൊണ്ടാണ്. അവർ ചെയ്യുന്ന അന്യായം മാത്രമേ പറയാറുള്ളൂ. പറയണമെന്ന് ആഗ്രഹിച്ചു. ഇതിപ്പോൾ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോടുള്ള വിരോധം കൊണ്ടേ അല്ല. ഞാൻ പലതവണ വ്യക്തമാക്കിയ കാര്യമാണ്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ മാധ്യമ വിമർശനം അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, ദൈനംദിന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. മാധ്യമ വിമർശനം നടത്തിയല്ലാതെ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കേരളത്തിലെ പ്രതിപക്ഷം മൈനസ് മാധ്യമങ്ങൾ 0. കേരളത്തിലെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് തന്നെ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്തായിരിക്കും, അതിന് വിരോധമില്ല. പക്ഷേ പ്രതിപക്ഷ അജണ്ട മാധ്യമങ്ങൾ നിശ്ചയിക്കുകയും മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിരിക്കാം, പക്ഷെ സർക്കാർ വിരുദ്ധ പക്ഷത്ത് നിന്ന് ആക്രമിക്കുന്നത്, വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ആക്രമിക്കുന്നത് വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് മാർഗം? ഞങ്ങൾക്ക് ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയില്ല. ഞങ്ങളുടെ നാവ് മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. അതുപോലും പറയാൻ പാടില്ല, നിങ്ങളങ്ങ് സഹിച്ചോളണം എന്നതാണ് പലരുടെയും സമീപനം. ഇപ്പോൾ വിമർശിക്കുമ്പോഴൊക്കെ, തിരിച്ചു വിമർശിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. ചിലർ എന്നോട് സ്നേഹബുദ്ധിയെ ഉപദേശിക്കാറുണ്ട്, വെറുതെ ഇങ്ങനെ ഇവരോട് എപ്പോഴും പറഞ്ഞിട്ട് അവരെ പിണക്കണ്ട, അവരെ പിണക്കരുത്. ഒന്നാമത്തെ കാര്യം, അവർ വിചാരിക്കുന്നത് എന്തോ വ്യക്തിപരമാണെന്നാണ്. വ്യക്തിപരമല്ല, അടിമുടി രാഷ്ട്രീയമാണ്. ഈ മാധ്യമ വിമർശനം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്. അല്ല, വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പറയാതിരിക്കാം, എന്നാൽ പിന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതിരിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു ഇടതുപക്ഷക്കാരനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മാധ്യമങ്ങളെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ വെറുതെ മാധ്യമങ്ങളെ പിണക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതാണ്. ഓക്കെ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഏതായാലും ഒരു നല്ല കാര്യമായിരിക്കും. അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ.